ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. സോ കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം നന്നായി പഠിക്കാൻ നിങ്ങളെ സംബന്ധിച്ചോളം ഇനി പരീക്ഷ നീട്ടിവെക്കുന്ന സാഹചര്യമില്ല. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഒന്നും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കുറെ കൂടെ വേഗത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം അവിടെ പഠിച്ച് തീർത്ത് വെച്ചേക്കുക. ഓക്കെ, പുതിയതായിട്ട് പഠിക്കുന്നത് അപ്പോഴപ്പോഴും പഠിച്ച് തീർത്തുന്ന രീതിയിൽ പഴയ കാര്യങ്ങളെല്ലാം ഭംഗിയായി പഠിച്ചു തീർക്കുക. നിങ്ങൾക്ക് ഇപ്പം സ്കൂളിലെ വർക്ക് വരുന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ വർക്ക് കൂടും, വർക്കിലോട് കൂടും. കാരണം കൂടുതൽ പോർഷൻസ് അവർ തീർത്തു തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരൊപ്പം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കുറെ കൂടെ ടൈം കൺസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് പഠിത്തത്തെ കൂടുതൽ ഗൗരവമാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് പുതിയ ചാപ്റ്റർ, അതിന്റെ പേര് സെൽ, യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ്. അർത്ഥം ജീവന്റെ ഘടനാപരമായിട്ടുള്ള അടിസ്ഥാനം എന്നത് സെല്ലാണ്. അന്നൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന സെല്ല്, അതിന്റെ ഘടന, അതിനകത്തുള്ള ഇൻക്ലൂഷൻസ് എന്തൊക്കെയാണ്, അതിനകത്ത് ഓരോ കോശാംഗങ്ങൾ ആരൊക്കെയാണ്, കോശാംഗങ്ങൾ ഓരോരുത്തരുടെ ജോലി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ രീതിയിൽ പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സെൽ ഡിവിഷൻ ഒരു ചാപ്റ്റർ, പിന്നെ നമ്മൾ ഫിസിയോളജി എന്ന രീതിയിലേക്ക് കടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സെൽ? നിങ്ങൾ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കോശം എന്ന് പറയുന്ന പേര്. It is a basic structural and functional unit of every living organism. നമ്മൾ ഈ +1 ക്ലാസ് തുടങ്ങിയ സമയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സെൽ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവരി ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത്. എന്താണ്? നമ്മളെല്ലാം ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് കണ്ണടച്ചങ്ങ് പറയും. എന്താ അതിന്റെ അർത്ഥം? ഒരു ജീവിക്ക് ഘടന കൊടുക്കുന്നത് കോശങ്ങളാണ്. ഒരു ജീവിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതും കോശങ്ങളുടെ കഴിവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസവും ഒന്നുകിൽ ഒരൊറ്റ സെല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകളുടെ ഒരു സാങ്കത്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ആയിരിക്കും. പിന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന പേര് അങ്ങനെ വരുന്നത്. അപ്പൊ അമീബ ഒറ്റ സെല്ലുള്ളത് ജീവിയാണ്. മനുഷ്യൻ മില്യൺസ് ഓഫ് സെല്ലുണ്ട്, പക്ഷെ മനുഷ്യനും ഒരു ജീവിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെല്ലേ ഉണ്ടെങ്കിൽ എല്ലാ ജൈവപ്രവർത്തനങ്ങളും ആ സെല്ല് തന്നെ ചെയ്യണം. ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. പക്ഷെ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായി മാറുമ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ അഥവാ പോളിമോർഫിസം ഉണ്ടായിരിക്കും, അല്ലെ? ഓരോരോ അവയവങ്ങൾക്ക് ഓരോരോ ജോലികൾ മാറ്റി മാറ്റി കൊടുക്കും. പക്ഷെ ഒറ്റ കോശമുള്ള ജീവിയാകുമ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കണം, നമുക്ക് സർവൈവ് ചെയ്യണ്ട, അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ് അവിടെ ഇങ്ങനെ പറയുന്നത്? ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവരി ലിവിംഗ് ഓർഗാനിസം എന്ന് പറയും. ഇപ്പോ നമ്മള് കാലിന് ഈ ഒരു ഘടന വന്ന് എന്തുകൊണ്ടാണ്? കോശങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചത് കൊണ്ടല്ലേ? ഇപ്പൊ ഇവിടെ എത്ര കോശങ്ങളുണ്ടായാലും പകുതിയായിരിക്കും ഈ ഭാഗത്ത്. ഇപ്പൊ ഇവിടെയൊക്കെ 1000 കോശങ്ങളുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 1000 കോശങ്ങളുണ്ടെങ്കിൽ ഇവിടെ 500 കാണും. അതുകൊണ്ടാണ് ഇവിടെ ഇനി പോയത്. വീണ്ടും മുകളിലേക്ക് വന്നോറ് 500, 600, 700 വരുമ്പോഴത്തേക്ക് ഇവിടെ തരും അതിന്റെ കാര്യം കൂടി വരും. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് 600 പിന്നെ അങ്ങോട്ട് 700. സോ ഇതാണ് ഘടനയുടെ സ്ഥാനം. ചുടുകട്ട കൊണ്ട് നമ്മള് തൂണ് പണിയുന്നു, ചുടുകട്ട കൊണ്ട് ഗ്ലോബ് പണിയുന്നു, ചുടുകട്ട കൊണ്ട് ഒരു ഭിത്തി പണിയുന്നു, ചുടുകട്ട കൊണ്ട് വലിയ ഒരു ചതുരാകൃതിയുള്ള ഒരു സ്തംഭം പണിയുന്നു. എല്ലാം നമുക്ക് പണിയാൻ കഴിയും. പക്ഷെ അടിസ്ഥാനം എന്താണ്? ചുടുകട്ടയാണ്. ഇതുപോലെയാണ് കോശങ്ങളാണ് ഒരു ജീവിയുടെ ഘടനയ്ക്ക് അടിസ്ഥാനം. ഇനി ജീവധർമ്മപരമായ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു ജീവിക്ക് എന്തെല്ലാം കഴിവുണ്ട്? ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, കേൾക്കാൻ കഴിവുണ്ട്, കാണാൻ കഴിവുണ്ട്, ചുറ്റുപാടുകൾ പ്രതികരിക്കാൻ കഴിവുണ്ട്, അല്ലെ? സഞ്ചരിക്കാൻ കഴിവുണ്ട്, ഊർജ്ജോത്പാദനം നടത്താൻ കഴിവുണ്ട്. ഇതെല്ലാം ആരുടെ കഴിവാണ്? എന്റെ സെല്ലിന്റെ കഴിവാണ്, അല്ലെ? എന്റെ സെല്ലുകളെല്ലാം വേർതിരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഈ കഴിവെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. എന്റെ സെല്ലുകൾ ജീവനോടെ മാറ്റി വെച്ചാൽ അവയ്ക്കൊരു കഴിവുണ്ടായിരിക്കും. എന്താണ്? അതിൽ സെല്ലിനുള്ളിൽ നടക്കുന്ന പ്രക്രിയ, അതായത് സെല്ലുലാർ റെസ്പിറേഷൻ. വേണ്ടി വന്നാൽ കണ്ടീഷൻസ് അനുകൂലമാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ അല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ കളക്ഷൻ വരുമ്പോൾ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദി സെൽസ് ആൻഡ് ദേ ക്യാൻ പെർഫോം കളക്റ്റീവ് ഫങ്ഷൻസ്. ചുരുക്കത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് എന്റെ കോശങ്ങളുടെ കഴിവാണ്, അല്ലേ? അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവരി ലിവിംഗ് ഓർഗാനിസം. ശരിയല്ലേ? അപ്പൊ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. വാട്ട് ഇസ് ദ സെൽസ്? ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവരി ലിവിംഗ് ഓർഗാനിസം. ഇത് പണ്ടേ പഠിക്കുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി സെല്ലിലേക്ക് പോവുകയാണ്. എന്താണ് സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഏകദേശം ഒരു 1633 മുതൽ 1723 വരെ ജീവിച്ചിരുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. ആൻഡൻ വാൻ ലീവൻ ഹൂക്ക് എന്ന് വിളിക്കുന്ന ഒരു സയൻസ്, A.V. ലീവൻ ഹൂക്ക്. 1632 വരെ 1723 വരെയൊക്കെ ജീവിച്ചത് ഒരു 90 വയസ്സ് വരെ ജീവിച്ച ഒരു സയന്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സെല്ല്, ജീവനുള്ള കോശങ്ങളെ കാണുന്നത്. അതിനു മുമ്പ് ജീവജാലത്തിന്റെ സെല്ല് എന്നൊരു ഘടനയുണ്ടെന്ന് പോലും അറിയില്ല. ജീവജാലത്തെ കുറിച്ച് അറിയാം എന്നല്ലാതെ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ
ഈ സ്കൂളിൽ ചെന്ന് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടായിരുന്നെങ്കിൽ സെൽ എന്താണെന്ന് ഇപ്പൊ സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളുകൾ എന്താണ് സെല്ല് ആ ഒരു പിടിയില്ല. നിങ്ങൾ സ്കൂളിൽ പഠിച്ചാണല്ലേ, അതുകൊണ്ടത് സെൽ എന്താണെന്ന് അറിയാം. ആ പഠിക്കാത്ത ഒരാൾക്ക് ഈ സെല്ലിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ ആ അവസ്ഥയായിരുന്നു ഏകദേശം ഈ 16-ാം നൂറ്റാണ്ടിലെ ആൾക്കാരുടെ ധാരണ. അവര് ചെടികൾ കാണുന്നു, അതിൽ നിന്ന് തിന്നാതെ വാങ്ങൽ തിന്നുന്നു, ജന്തുക്കളെ കാണുന്നു, കൊന്നു വളർത്തുന്നു എന്നല്ലാതെ ഇതെന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നൊന്നും അവരൊരിക്കലും ചിന്തിക്കാറില്ല. അപ്പൊ നിങ്ങൾ മിഠായി കഴിക്കാറുണ്ടല്ലോ, തിന്നുന്നതിന് മുമ്പ് മിഠായി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരും ആലോചിക്കാറുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾ തിന്നു അല്ലെ. ഇതേപോലെ തന്നെയാണ് എന്നുള്ള ആൾക്കാർ ജീവിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ആന്റൺ വാൻ ലീവൻഹുക്ക് അദ്ദേഹം ഈ ലെൻസുകൾ കൊണ്ട് ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഒരു ഫങ്ഷണൽ മൈക്രോസ്കോപ്പ് ഉണ്ടായി. അതിന് റോബർട്ട് ഹൂക്ക് ഒക്കെ ഈ ഭാഗത്ത് ഈ കാര്യത്തിൽ കുറെ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. റോബർട്ട് ഹൂക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെല്ല് കണ്ട ആളാണ്, ആദ്യത്തെ സെല്ലാണ് കണ്ടത് നിങ്ങൾ റോബർട്ട് ഹൂക്കാണ് പറയുന്നത് അല്ലേ. പക്ഷെ റോബർട്ട് ഹൂക്ക് സെല്ലല്ല കണ്ടത്, ഞാൻ കണ്ടത് സെൽ വാളാണ്. റോബർട്ട് ഹൂക്ക് കുറെ ലെൻസുകൾ ചേർത്ത് വെച്ചൊരു എക്യുപ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഈ ലെൻസുകൾ ചേർത്ത് ഒരു എക്യുപ്മെന്റ് പ്രത്യേകം ഈ ഒരു ലെൻസിന് 10 മടങ്ങ് കാണിക്കാനുള്ള കഴിവെന്ന് വെച്ചോളൂ, 10x. ഇനി വേറെ ലെൻസിന് 40 മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാനുള്ള കഴിവെന്ന് വെച്ചോളൂ, 40x. രണ്ടും ചേർത്തതിന് വെച്ചതിന് ശേഷം ഇതിൽ കൂടെ നോക്കിയാൽ ഒരു വസ്തു കാണുന്നത് എങ്ങനെയായിരിക്കും? ഇതിലൂടെ നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന വസ്തു എത്ര മടങ്ങ് കാണുമെന്ന് പറയാം. ഇതിന്റെ ഗുണിതമായിട്ടാണ് കാണുന്നത്. അതായത് 40 × 10 400 മടങ്ങായിട്ടാണ് കാണുന്നത്. അതിലൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സോ ദിസ് കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മനസ്സിലായി? ആ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ലെൻസിന് 10 മടങ്ങാണെങ്കിൽ 2 ലെൻസുകൾ ചേർത്ത് വെക്കുമ്പോൾ അവരുടെ ഗുണിതത്തിന്റെ റിസൾട്ട് ആയിരിക്കും 10 മടങ്ങായിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയ റോബർട്ട് ഹൂക്ക് ഇങ്ങനെ വസ്തുക്കൾ വലുതായി കാണുന്ന ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കും, ഒരു പ്രോട്ടോടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. എന്നിട്ടൊരു കൗതുകത്തിന് അതിന്റെ അടിയിൽ ഓരോ വസ്തുക്കൾ വെച്ച് നോക്കും. അപ്പൊ നിങ്ങളെ തന്നെ ഇപ്പൊ ഒരു ക്യാമറ നിങ്ങളെ തരികയാണ്. ഇപ്പൊ ഈ മൊബൈൽ ക്യാമറ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ഒരു ക്യാമറ നിങ്ങളെ തരികയാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അല്ലെ, ഫോട്ടോ എടുത്തോണ്ടിരിക്കും. നിങ്ങളൊരു ചുറ്റിക തരികയെന്ന് വെച്ചോളൂ, നിങ്ങളുടെ കയ്യിൽ ചുറ്റിക ഇരിക്കുക, നിങ്ങൾ കാണുന്നതെല്ലാം ആണിയാണ് തോന്നുന്നല്ലേ, അവിടെ നടിക്കും ഇവിടെ നടിക്കും കൂട്ടർ തലയ്ക്ക് നടിക്കും അല്ലെ. ഇതേപോലെയാണ് അദ്ദേഹം ലെൻസുകൾ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ കൊള്ളാന്റെ വലുതായി കാണുന്നുണ്ട്. അപ്പോൾ ഓരോ വസ്തുക്കൾ എടുത്ത് വെച്ച് നോക്കിയെടുത്തപ്പോൾ അദ്ദേഹം കോർക്ക് എടുത്ത് വെച്ച് നോക്കി. കോർക്ക് നിങ്ങൾക്കറിയാം എന്താ കോർക്ക്? കഴിഞ്ഞ ആഴ്ച അവസാനം പഠിച്ചേ ഉള്ളൂ. എന്താണ് ഏറ്റവും ബാർക്കിന്റെ അല്ലെങ്കിൽ ആ പെരിഡമിന്റെ ഏറ്റവും പുറമെ ഉണ്ടാകുന്ന ഡെഡ് ടിഷ്യൂ അല്ലെ, അത് ഉപയോഗിച്ച് കുപ്പിക്ക് അടപ്പുണ്ടാകുന്നതൊക്കെ ആ വീഡിയോ പറഞ്ഞതല്ലോ. അത് അദ്ദേഹം ചെത്തിയെടുത്താനെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? ഇങ്ങനെ അറകൾ പോലെ കണ്ട്. എന്തായിരിക്കും നിങ്ങൾ അദ്ദേഹം കണ്ട അറകൾ പോലെ കണ്ട സാധനം? നിങ്ങൾക്കത് ഡെഡാണ്, അതിനകത്തൊന്നുമില്ല, പക്ഷെ സെൽവാളുണ്ട് അല്ലെ, അറകൾ പോലെ കണ്ടു. അപ്പൊ ഇതിന് ഈ അറ അദ്ദേഹം വിളിച്ചവരാണ് സെറ്റിനാണ് സെൽ എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്, സെൽ. ഓക്കെ, അപ്പോൾ റോബർട്ട് ഹൂക്ക് എന്ത് കണ്ടില്ല? ജീവനുള്ള കോശത്തെ കണ്ടില്ല, അദ്ദേഹം സെൽവാൾ മാത്രമേ ഉള്ളൂ അല്ലെ. ആദ്യത്തെ ജീവനുള്ള സെല്ലെ കണ്ടാരാണ് ആന്റൺ വാൻ ലീവൻഹുക്ക് എന്നാണ്. അദ്ദേഹം ഈ മൈക്രോസ്കോപ്പിന്റെ കുറെ കൂടെ ഒരു അഡ്വാൻസ് കുറെ കൂടെ മാഗ്നിഫൈങ് കഴിവുണ്ടാകുന്ന ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉണ്ടായി. അതുകൊണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും പ്രാക്ടിക്കൽ മൈക്രോസ്കോപ്പ്, ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണം അല്ലെ. അതിനകത്ത് അദ്ദേഹം ഓരോ വസ്തുക്കൾ വെച്ച് നോക്കിയപ്പോൾ നനഞ്ഞ പഞ്ഞി വെച്ച് നോക്കി. നനഞ്ഞ പഞ്ഞി വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എന്തൊരു നനങ്ങുന്നു. അപ്പോൾ അദ്ദേഹം കണ്ണെടുത്ത് മാറ്റി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇതിൽ കൂടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എന്തായാലും നനങ്ങുന്നു. വീണ്ടും മാറ്റമൊന്നും കാണാനില്ല. അപ്പൊ അതൊരു കാര്യം മനസ്സിലാക്കി, എന്താണ് നമ്മൾ കാണുന്ന ജീവജാലങ്ങൾ മാത്രമല്ല ഉള്ളത് ഭൂമിയിൽ, നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവജാലങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹമാണ് ആദ്യത്തെ മൈക്രോ ബയോളജിസ്റ്റ് എന്ന് വിളിക്കാവുന്ന സൂക്ഷ്മ ജീവജാലങ്ങളെ കണ്ട ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹമാണ്. ശരിക്കും കണ്ടത് എന്താണ്? ബാക്ടീരിയ ആയിരുന്നു. സോ ഹിസ് ദ ഫസ്റ്റ് മാൻ ഹു ഒബ്സർവ്ഡ് ലിവിങ് സെൽ. അദ്ദേഹം കണ്ടത് ബാക്ടീരിയകൾ, നനഞ്ഞ വഞ്ചിക്കാതൊക്കെ ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പം ആദ്യത്തെ ലിവിങ് സെല്ലിനെ കണ്ട ആരാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക് ആണ്. ഏകദേശം 16 നൂറ്റാണ്ടിന്റെ അവസാനം, 17 നൂറ്റാണ്ട് അദ്ദേഹം മരിക്കുക ചെയ്തു. അതാണ് ആദ്യത്തെ ഇത് ചരിത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെല്ലുകൾ കാണാനിടയായി. പക്ഷെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. സെല്ല് കാണാനിടയായി. ഇദ്ദേഹം തന്നെ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കിയ ശേഷം സെല്ലൊക്കെ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് 1831 റോബർട്ട് ബ്രൗൺ എന്നൊരു സയന്റിസ്റ്റാണ്. ഈ ഒബ്സർവ്ഡ് ന്യൂക്ലിയസ്. രണ്ട് കണ്ടുപിടുത്തം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ലിവിംഗ് സെൽസ് ആർ ഒബ്സർവ്ഡ് ആന്റൺ വാൻ ലീവൻഹുക്ക്. വർഷം പറയുന്നില്ല, നൂറ്റാണ്ടുകൾ നടന്നിരിക്കണം. അത് 1831 ആയപ്പോൾ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാരാണ്? റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെല്ലുകളെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പല സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ ഓരോ തിയറീസ് അവതരിപ്പിച്ചു, തിയറിയായിട്ട് അവതരിപ്പിച്ചു. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതിന് ആധികാരികത
ഉറപ്പുവരുത്തിക്കൊണ്ട് അത് തത്വമായി പ്രസന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല അല്ലെ. അതിങ്ങനെ കഴിയുന്നത് സയന്റിസ്റ്റുകൾക്കായിരിക്കണം. അതുകൊണ്ടാണ് ഈ ചില ആൾക്കാരൊക്കെ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അതിനെ ശാസ്ത്രം അംഗീകരിക്കാതെ പോകുന്നത് കണ്ടുപിടിക്കാനുള്ള ആധികാരികമായ അടിസ്ഥാന യോഗ്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ റയറായിട്ടൊക്കെ പിന്നീട് അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു കണ്ടുപിടുത്തം നടന്നത് സയൻസ് ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് ശരി ആധികാരികമായ ഓരോ കാര്യങ്ങൾ ഓരോ സയൻസ് പറയുക. നോക്കാം ആരൊക്കെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്ന്. 1838 ആയപ്പോൾ എം ശ്രീധരൻ he said that plants are made up of cells. Plants are made up of cells. അതൊരു ആരും അറിയത്തില്ല. എന്തെങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും ചെടി കാണുന്നു, തിന്നുന്നു, ജീവിച്ചു പോകുന്നല്ലാതെ ചെടികൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് ആരും ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ എം ശ്രീധരൻ, മത്തായി ശ്രീധരൻ എന്ന സയന്റിസ്റ്റ് 1838 പറഞ്ഞു എല്ലാ സസ്യങ്ങളും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാറ കഷ്ണം എന്നിട്ട് പറയാം ഇതെന്തുകൊണ്ട് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ അയ്യോ എനിക്കറിയില്ല എന്നല്ലേ പറയും. പക്ഷെ അതെന്തുകൊണ്ട് നിർമ്മിച്ചു ഇപ്പോൾ പറയാൻ കഴിയും അല്ലെ. അതായത് സിലിക്ക ഉണ്ട്, പിന്നെ കുറെ ധാതുലവണങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ പറയാൻ കഴിയും. അതുപോലെ എല്ലാ പ്ലാന്റ്സും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ്. അഥവാ പ്ലാന്റ്സിന്റെ അടിസ്ഥാന നിർമ്മാണ വസ്തു സെല്ലാണ് എന്ന് പറഞ്ഞു. ആര്? എം ശ്രീധരൻ. ഇംപിച്ച 1838 ഞാൻ പറഞ്ഞിരുന്നത് എൻട്രൻസിന്റെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ശ്രീധരൻ എന്ന് കണ്ടുപിടിച്ചത് ബോർഡ് എക്സാം വയ്ക്കുമ്പോൾ ഇംപിച്ച ഹീസെറ്റ്സോ എന്നായിരിക്കും എൻട്രൻസ് ചോദിക്കും. കുറെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1839 ആയപ്പോൾ മറ്റൊരു സയൻസിസ്റ്റ് ഷ്വാൻ എന്നൊരു സയന്റിസ്റ്റ് അദ്ദേഹം പറഞ്ഞു അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പോ ഈ ശ്രീധരന്റെയും ഷ്വാന്റെയും കണ്ടുപിടുത്തൽ വേറെ കാര്യം കൂടിയുണ്ട്. പുസ്തകത്തിൽ പറയുന്ന ഇൻട്രസ്റ്റ് വേണ്ടി പഠിക്കണം. ഇപ്പൊ തന്നെ ഷ്വാൻ തന്നെ പിന്നെ പറഞ്ഞു animals are made up of cells. Also he has discovered plasma membrane. അദ്ദേഹം പ്ലാസ്മ മെംബ്രെയിൻ കണ്ടുപിടിച്ചു. ഒപ്പം തന്നെ സെൽ വാൾ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റിൽ സെൽ വാളുകൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ നിങ്ങൾ റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചത്, റോബർട്ട് ഹൂക്ക് ഒന്നും കണ്ടുപിടിച്ചില്ല. അദ്ദേഹം മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ ഇങ്ങനെ അറകൾ പോലെ കണ്ടു, അതായത് സെല്ലെന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ സെല്ലിന്റെ പ്ലാന്റ് സെല്ലിന് പുറമെയായിട്ട് ജീവനില്ലാത്ത ഒരു കട്ടിയുള്ള ഭിത്തിയുണ്ടെന്നും അത് സെല്ലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് പ്ലാന്റ് സെല്ലിന്റെ ലിമിറ്റിംഗ് ആ വാളെന്ന്, അതുകൊണ്ടാണ് പ്ലാന്റിന് ഇത്ര കട്ടിയുള്ളതെന്ന് എല്ലാം ആധികാരികമായിട്ട് പറഞ്ഞത് ആരാണ്? 1839 ഷ്വാനാണ്. മനസ്സിലായില്ലേ? ഹൂ ഡിസ്കവേർഡ് പ്ലാന്റ് സെൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഉത്തരം. റോബർട്ട് ഹൂക്ക് എന്ന് എഴുതി വെക്കരുത്, പകരം അദ്ദേഹമാണ് പ്ലാന്റ് സെൽ എന്നുള്ള ആ ഒരു ടേം കൊണ്ടുവരികയും അത് നിർവചിക്കുകയും ചെയ്തു. അദ്ദേഹം സെല്ലെന്ന് മാത്രമല്ല, അത് അറ എന്ന അർത്ഥത്തിലാണ്. ഇനി കുറെ കഴിഞ്ഞപ്പോൾ 1855 ആയപ്പോൾ റുഡോൾഫ് വിർഷോ അദ്ദേഹം പറഞ്ഞു എ സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഒരു സെല്ലും സ്വയം ഉണ്ടാകുകയില്ല, അത് മുൻപുണ്ടായിരുന്ന സെല്ലിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അതൊക്കെ നിങ്ങൾ ഒരിക്കലും തോന്നുന്ന കാര്യങ്ങൾ വലിയ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ ആണ് ആ ഒരു കാലഘട്ടത്തിൽ ആ ലോകം ശാസ്ത്രലോകത്തും പുരോഗമിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആ സയൻസുകളൊക്കെ ചുട്ടുവന്നൊരു കാലഘട്ടമുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം ഇവിടെ പറയുന്നത് സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. നിങ്ങൾ ഓർക്കണം, ഈ ജന്തുക്കൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ ബയോജനസിസ് തിയറിയും അബയോജനസിസ് തിയറിയും ഒക്കെ ഉണ്ട്. ജീവനില്ലാത്തവരിൽ നിന്ന് ജീവനുള്ളവ ഉണ്ടാവുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ചപ്പും ചോറും കൂട്ടിയിട്ടപ്പോൾ നിങ്ങൾ ഇത് കുത്തികളൊക്കെ അതിൽ പുഴുക്കൾ കാണും അല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് എലിയാണിപ്പോൾ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ എന്താ പറയുക, എവിടെയെങ്കിലും ചപ്പും ചോറും കൂട്ടിയിട്ടാൽ അത് പുഴുക്കൾ സ്വയം ഉണ്ടാകും, അത് എലികൾ സ്വയം ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം പറയുന്നതാണ് ഒരു സെല്ലും സ്വയം ഉണ്ടാകില്ല, മുൻപുണ്ടായിരുന്ന സെല്ലിനെ ഉണ്ടാകുള്ളൂ എന്ന് വെച്ചാൽ അർത്ഥം ഒരു ജീവി സ്വയം ഉണ്ടാകത്തില്ല, മറ്റൊരു ജീവിനെ ഉണ്ടാകൂ. മനസ്സിലായോ? അപ്പൊ പുഴുക്കളൊന്നും അവിടെ സ്വയം ഉണ്ടാകുന്നതല്ല എന്ന് പറയുമ്പോൾ അന്ന് വരെ നിലനിന്നിരുന്ന പല വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന കണ്ടുപിടുത്തമാണിത്. മനസ്സിലായില്ല? അവർക്കൊക്കെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന കണ്ടുപിടുത്തങ്ങൾ. അപ്പം അവരെ ജീവൻ വരെ പണയം വെച്ചാണ് ഇത്തരം കണ്ടുപിടുത്തം നടത്തുന്ന അർത്ഥം. ഓക്കെ, ഇൻ 1855 റുഡോൾഫ് വിർഷോ said that a cell will develop from a pre-existing cell എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോ അദ്ദേഹം പറഞ്ഞത് സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞത് അയാളുടെ ഭാഷയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ലാറ്റിൻ ഭാഷയിലാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇടാത്തത്? ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതലായിട്ട്
ലോകം മുഴുവൻ പ്രചരിച്ചിരുന്ന ലാറ്റിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയുമാണ്. ഗ്രീക്ക് തത്വങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് കൂടുതൽ ലോകം വ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്ന ഭാഷത്തിന് ഇടുന്നതാണ് ലാറ്റിൻ ഭാഷ ഇട്ടത്. പിന്നെ ഇംഗ്ലീഷ് വ്യാപകമാണെങ്കിലും ആ നിയമമൊന്നും മാറ്റി. മനസ്സിലായി? അതേപോലെ അദ്ദേഹത്തിന്റെ ഭാഷയാണ് പറയുന്നത് എ സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷകളാണ്. എന്തായാലും ആ പേരെന്താണ്? ഒമ്നി സെല്ലുലാർ ഈ സെല്ലുലാർ എന്നാണ്. ഒമ്നി സെല്ലുലാർ ഈ സെല്ലുലാർ എന്ന് അദ്ദേഹം പറഞ്ഞു. എ സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഒമ്നി സെല്ലുലാർ ഒമ്നി സെല്ലുലാർ ഈ സെല്ലുലാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാര് പറഞ്ഞു, ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കാം, കൂടെ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട്, ഈ 3 കാര്യം കൂടെ ചേർത്തുകൊണ്ട് ഇവർ എന്തുണ്ടാക്കി? ഇവരുടെ പോസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം സെൽ തിയറി എന്നൊരു തിയറി ഉണ്ടാക്കി. പോസ്റ്റുലേറ്റഡ് സെൽ തിയറി സെൽ തിയറി ഉണ്ടാക്കി. പറഞ്ഞാൽ കോഡിയേഷൻ പറഞ്ഞാൽ മതി. ഇന്ന സെൽ തിയറി വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് സെൽ തിയറി? 1, ആൾ പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. 2, ആൾ അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. All living organisms are composed of cell and cell products. അതാണ് ഒന്നാമത്തെ തിയറി. All living organisms are made up of cell and cell theory. അല്ല, cell and cell products. അപ്പോൾ ഇത് നോക്കൂ, പ്ലാന്റ്സ്, അനിമൽസ്. അന്ന് പ്ലാന്റ് അനിമലിനെ കണ്ടുപിടിച്ചു, മൈക്രോ ഓർഗാനിസം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ജീവവിഭാഗമുള്ളതായിട്ട് വലുതായിട്ട് ആരും അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്നത്തെ തിയറി എന്താണ് പറയുന്നത്? എല്ലാ ജീവജാലങ്ങളും സെല്ലുകൾ കൊണ്ടോ സെൽ പ്രോഡക്റ്റ് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നു. ആ ലിവിംഗ് ഓർഗൻസസ് ആർ മേഡ് അപ്പ് സെൽ ആൻഡ് സെൽ പ്രോഡക്ട്സ്. അതെന്ത് സെല്ല് ഒക്കെ സെൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ സെൽ അല്ലാതെ സെൽ പ്രോഡക്റ്റുകളുണ്ട്, ഉണ്ട്. ധാരാളം സെൽ പ്രോഡക്റ്റ് ഉണ്ട്. നോക്കി എന്റെ ശരീരത്തിലുള്ള എണ്ണമയം ഇതാണിത്, അതെന്റെ സെല്ലിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്റെ ശരീരത്തിലുള്ള ഉമിനീർ സെല്ലിൻ പ്രോഡക്റ്റ് ആണ്. കണ്ണുനീർ സെൽ പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ മുടി ബ്ലഡ് സെല്ലാണ്, അല്ലെ, ഒരു സെല്ലിന്റെ പ്രോഡക്റ്റ് ആണ്. നഖം, കെരാറ്റിൻ, അത് സെല്ലിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ എന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒന്നുകിൽ സെൽ ഉണ്ടാകാം, അല്ലെങ്കിൽ സെല്ലിന്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ പോസ്റ്റേജ്. സോ ഫസ്റ്റ് പോസ്റ്റേജ് ആൾ ലിവിംഗ് ഓർഗനിസംസ് മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് സെൽ. 2, ആൾ പ്ലാന്റ്സ് ആർ അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്, അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അടുത്തത് ആൾ സെൽസ് അറൈസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലുകളും എവിടെ ഉണ്ടാകുന്നുള്ളൂ? മുൻപുണ്ടായിരുന്ന ഒരു സെൽ മാത്രമേ. ആൾ സെൽസ് ആർ ഡെവലപ്ഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലുകളും മുൻപുണ്ടായിരുന്ന ഒരു സെൽ മാത്രമേ ഉണ്ടാവൂ. ഇതേ വിളിക്കുന്ന പേര്, ഈ രണ്ടുകൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് സെൽ തിയറി. കൃഷി ചോദിക്കാം, വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് സെൽ തിയറി. 2 കാര്യം ഓർത്താൽ മതി. ആൾ ലിവിംഗ് ഓർഗനിസംസ് മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് സെൽ പ്രോഡക്റ്റ്. സെൽ വിൽ ഡെവലപ്പ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എന്നിട്ട് പരീക്ഷ ചോദിച്ചാൽ ഈ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് ആരുടെയാണ്? അപ്പോൾ റുഡോൾഫ് വിർഷോ. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് ആരുടെയൊക്കെയാണ്? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ, അല്ലേ. പിന്നെ വർഷങ്ങളൊക്കെ ചോദിക്കും. 4 വർഷം പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം, പുസ്തകത്തിലുള്ളതല്ല, മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് 3 പുസ്തകത്തിലുള്ളതാണ്. സ്റ്റഡി. So this is about the introduction. Introduction എന്ന് പറയാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ നമുക്ക് അപ്പോൾ ഡീറ്റെയിൽസ് കിടക്കാം. ഒന്നി സെല്ല ഈ സെല്ല വിട്ടുപോലെ സോറി, നമ്മൾ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച വർഷോടെ പഠിച്ചിട്ടുണ്ട്, അല്ലേ. 1831 ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ഹുക്ക് അല്ല, റോബർട്ട് ബ്രൗൺ. അത് ഓർക്കണം. അത് വീണ്ടും നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഓർക്കില്ല, കുഴപ്പമില്ല. ഇനി നമ്മൾ പഠിക്കാൻ വന്നത് ടിപ്പിക്കൽ സെല്ലിനെ കുറിച്ചാണ്. ടിപ്പിക്കൽ സെൽ നമ്മള് ബോട്ടണി പഠിച്ചു തുടങ്ങിയ ആദ്യകാലത്ത് 2 പടങ്ങളൊക്കെ വരച്ചു. ജസ്റ്റ് ഞാൻ വരയ്ക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ 3 ഡയമെൻഷൻ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വരയ്ക്കാൻ പാടായിരിക്കും. വരയ്ക്കാൻ കഴിയുന്നതിൽ പണ്ട് വരച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും വരയ്ക്കണമെന്നില്ല. വരയ്ക്കാൻ കഴിയുന്നതിൽ വീണ്ടും വരയ്ക്കുന്ന നല്ലത് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ വരച്ചു വെച്ചാൽ ഈ പോലെ പടങ്ങളൊക്കെ.
ഇത് നമ്മൾ നേരത്തെ വരച്ച് പഠിച്ചിട്ടുള്ള 2 സെല്ലുകൾ തന്നെയാണ്. ഇതിനകത്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് വരച്ചത്. അപ്പൊ നോക്കാം ഇത് എന്തൊക്കെയാണ്. ഇത് സെൽ അനിമൽ സെൽ പ്ലാന്റ് സെൽ. ഇത് അനിമൽ സെൽ, ഇത് പ്ലാന്റ് സെൽ. പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം അറിയാം. ദിസ് ഈസ് അനിമൽ സെൽ, ദിസ് ഈസ് പ്ലാന്റ് സെൽ. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ലേബൽ ചെയ്യുന്നത്. ഇത് രണ്ടിനും കോമൺ ആണ്. ഇതിന്റെ പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇത് മൈറ്റോകോൺട്രിയ, രണ്ടിനുണ്ട് മൈറ്റോകോൺട്രിയ. ഇത് സെൽ വാൾ, പ്ലാന്റ് സെൽ മാത്രമുള്ള അനിമൽ സെല്ലില്ല. ഇത് വാക്യൂൾ, പ്ലാന്റ് സെല്ലിലുള്ള അനിമൽ സെല്ലില്ല. ഇത് ന്യൂക്ലിയസ്, രണ്ടിനുണ്ട്. ഇത് ഗോൾഗി ബോഡീസ്, രണ്ടിനുണ്ട്. ഇത് സെൻട്രിയോൾ, അനിമൽ സെല്ല് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സെല്ലില്ല. റൈബോസോം, രണ്ടിനുണ്ട്. എൻഡോപ്ലാസ്മിക്, രണ്ടിനുണ്ട്. ലൈസോസോം, രണ്ടിനുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. പ്ലാന്റ് സെല്ല് ഇല്ലാത്തത് അനിമൽ സെല്ലുണ്ട്, അനിമൽ സെല്ല് ഇല്ലാത്ത പ്ലാന്റ് സെല്ലുണ്ട്. ഏതൊക്കെയാണ്? അനിമൽ സെല്ല് മാത്രമുള്ള ഇതാണ് സെൻട്രിയോൾ, സെൻട്രോളി അനിമൽ സെൽ. പിന്നെ പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള സാധനമുണ്ട്, 3 അനിമൽ സെല്ലില്ല. അത് ഏതൊക്കെയാണ്? ഒന്ന് വാക്യൂൾ, മറ്റൊന്ന് ദിസ് സെൽ വാൾ, മൂന്നാമത്തെ ലെവലില്ല ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ആദ്യ ക്ലാസ് തന്നെ പഠിച്ചാണ്. ഞാൻ വീണ്ടും പഠിച്ചതേ ഉള്ളൂ. ആ പടമൊക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ആ പടത്തിന്റെ ഒരു കോപ്പി കൂടുതൽ മാറ്റി വരികയൊക്കെ ചെയ്യാവുന്ന സൗകര്യം പോലെ ഇത് ബേസിക് നോളജ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കുക. വാട്ട് ആർ ദ 3 organelles present in plant cell that is not present in animal cell? That is cell wall, also chloroplast and vacuole. ഇത് ഓർഗനൽ എന്ന് വിളിക്കാൻ പാടില്ല. സെൽ എന്ന് പറയുന്നത്, സെൽ വാൾ എന്ന് പറയുന്നത് ഓർഗനൽ അല്ല എങ്കിലും അറിഞ്ഞിരിക്കും. Now an organelle found only in animal cell, not in plant cell, is a centriole or centrosome. നമ്മൾ ആദ്യ ക്ലാസ് പഠിച്ചതാണ് സെൻട്രിയോൾ അല്ലെങ്കിൽ സെൻട്രോസോം. അപ്പൊ ഇതൊക്കെ എന്റെ കാര്യങ്ങളാണ്. ഞാൻ പുസ്തകത്തിലുള്ള പഠനങ്ങൾ ഇൻസൈറ്റ് വരുന്നത്. അപ്പൊ ഇത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇത്? ന്യൂക്ലിയസ് ആണ്. എല്ലാ സെല്ലും മറ്റേതൊരു ഗോളാകൃതി സ്ട്രക്ചറാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കീറിയോടെ ഞാൻ വരച്ചിട്ടില്ല, അതൊരു പടി. ന്യൂക്ലിയസ് ബന്ധുവരെയാണ് കേട്ടോ, അത് കീറിയിട്ടില്ല. കീറിയോടുണ്ട്. ന്യൂക്ലിയോലസ് കാണും, ന്യൂക്ലിയർ മെംബ്രെയിൻ കാണും, ന്യൂക്ലിയർ പ്ലാസം കാണും എന്നൊക്കെ മുന്നിട്ട് പഠിക്കും. അവിടെ പറയുമ്പോൾ ന്യൂക്ലിയർ പോർ കാണും എന്നൊക്കെ മുന്നിട്ട് പഠിക്കും. ഇതൊക്കെ തന്നെയാണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലിനുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇനി ഒരു സെല്ലും കൂടെ ഉണ്ട്, രണ്ടും ഇല്ലാത്ത ഏതാണ്? പ്രോകാരിയോട്ടിക് സെൽ അല്ലേ? ബാക്ടീരിയൽ സെൽ രണ്ടും വരത്തില്ല. രണ്ടും യൂക്കാരിയോട്ടിക് സെല്ലാണ്. രണ്ടും ന്യൂക്ലിയസ് ഉണ്ട്. എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തൊരു സെല്ലിൽ വരുന്നുണ്ട്, അത് പ്രോകാരിയോട്ടിക് സെല്ലാണ്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ടിപ്പിക്കൽ സെൽ ഹാസ് സെൽ വാൾ. ഏതാണ്? പ്ലാന്റ് സെല്ലാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, അത് രണ്ടിനുമുണ്ട്. സൈറ്റോപ്ലാസം 2 സെല്ലുമുണ്ട്. ന്യൂക്ലിയസ് 2 സെല്ലുമുണ്ട്. ഓർഗനൽസ് ഒരു പുതിയ വാക്യമാണ്, ഓർഗനൽസ്. ഓർഗൻ അവയവം. എന്റെ കയ്യിൽ ഓർഗനാണ്, ഇത് ഓർഗനൽ ആണ്. ഓർഗനൽ എന്ന് വെച്ചാൽ കോശാംഗം എന്നാണ് മലയാളം. എന്താണ് കോശാംഗം? കോശത്തിലെ അംഗങ്ങൾ എന്നാണ്. വീട്ടിലെ അംഗങ്ങൾ ആരാ? ചിലമ്പ കുട്ടികളൊക്കെയാണ്. അതുപോലെ കോശത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കോശത്തിലെ ജീവനുള്ള ഘടകങ്ങളാണ്. വീട്ടിലെ അംഗങ്ങൾ ഡെസ്ക് ബെഞ്ചും കസേരയിലല്ലോ ഒരു ജീവനില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ കോശത്തിലെ ജീവനുള്ള ഘടകങ്ങൾ തന്നെ കോശാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ സെൽവാൾ ഒരു കോശാംഗമാണോ? അല്ല. കോശത്തിൽ ജലമുണ്ട്, കോശാംഗമാണോ? അല്ല. കോശത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, അല്ല. കോശത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പിന്നെ അമിനോ ആസിഡ് ഉണ്ട്. ഇതൊന്നും കോശാംഗമല്ല. ഇതെല്ലാം കോശത്തിലെ പ്രോഡക്റ്റുകളാണ്. എന്നാൽ കോശാംഗങ്ങൾ ആരൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ലൈസോസോം, ഗോൾഗി ബോഡീസ്, ന്യൂക്ലിയസ്, വാക്യൂൾ, ദെൻ റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സെൻട്രിയോൾ. ഇതെല്ലാം തന്നെ കോശത്തിലെ അംഗങ്ങളാണ്. ഇവയെ വിളിക്കുന്നവരാണ് കോശാംഗങ്ങൾ. ഇംഗ്ലീഷ് എന്താണ്? സെല്ലുലാർ ഓർഗനൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്ത് റൈബോസോം ഒട്ടിയത് കാണും, ഒട്ടാത്തത് കാണും. നമ്മൾ പഠിക്കും. ദെൻ പ്ലാന്റ് സെല്ലിനകത്ത് പ്ലാസ്റ്റിഡ് ഉണ്ട്. പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാസ്റ്റ് എന്നുള്ള വ്യത്യാസം നമ്മൾ പഠിക്കും. അതായത് 3 തരം പ്ലാസ്റ്റുകളുണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഇതെല്ലാം ചേർത്തുള്ളവരാണ് പ്ലാസ്റ്റിഡ്. മലയാള ബയോഡേക്കാര് ജൈവഗണം എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലോറോപ്ലാസ്റ്റിനെ ഹരിതഗണം എന്നാണ് വിളിക്കുന്നത്, പ്ലാസ്റ്റിഡിനെ ജൈവഗണം എന്നാണ്. അതൊന്നും ഇപ്പൊ തൽക്കാലം പഠിച്ചാലും കുഴപ്പമില്ല. വരും ക്ലാസ്സിൽ അതിനെ കുറിച്ച് പഠിക്കും. ഇനി സെല്ലുകൾക്കെല്ലാം ഒരേ സൈസാണോ, ഒരേ ഷേപ്പാണോ? അല്ല.
സെല്ലുകളെല്ലാം വ്യത്യസ്ത വലിപ്പം, ആകൃതി, ഘടന, ഷേപ്പ് ബേസ്ഡ് ഓൺ ദിയർ ഫങ്ഷൻ. അതാണ് സെല്ലിന്റെ സ്ട്രക്ചറിനെ ആരാ തീരുമാനിക്കുന്നത്? അതിന്റെ ഫങ്ഷനാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ന്യൂറോണിന്റെ ജോലി എന്താണ്? അത് ആവയവങ്ങളെ ഒരു ഭാഗത്തും മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഒരു ഭാഗത്തും മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സെല്ല് ചെറുതായിരിക്കണോ വലുതായിരിക്കണം? നീളം കൂടുതലായിരിക്കണോ കുറവായിരിക്കണം? നീളം കൂടുതലായിരിക്കണം. പരമാവധി കനം കുറച്ച് ഏറ്റവും നീളം കൂടിയ ഒരു സാധനമാണ് ഒരു സാധനത്തെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കറണ്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നീളമുള്ള കമ്പികളാണ്. പരമാവധി കനം കുറച്ച് പരമാവധി നീളം കൂട്ടിയുള്ള കമ്പികളാണ് കറണ്ട് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മുടെ നാഡീകോശങ്ങൾ ആവയവങ്ങളെ വഹിക്കുന്നു, സ്റ്റിമുലേഷൻസ് ഇമ്പൾസിനെ വഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് നീളം വേണം. അപ്പം നീളമുള്ള സെൽ, 1 മീറ്റർ വരെ നീളമുള്ള സെൽ പഠിച്ചിട്ടുണ്ടല്ലോ. ന്യൂറോണുകൾ, ആക്സോൺ, അതേസമയം നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെല്ലുകളാണല്ലോ. ദാറ്റ് വിൽ ബി കോമ്പാക്ട്ലി അറേഞ്ച്. കോമ്പാക്ട് ആണ്, കാരണം അകത്തോട്ടും കടക്കരുത്, പുറത്തോട്ടൊന്നും പോകരുത് അല്ലേ. ഇപ്പം RBC എന്ന് പറഞ്ഞാൽ ഏകദേശം ഒഴിഞ്ഞുള്ള പോലെ ആയിരിക്കും. എന്താ കാര്യം? അത് രക്തം ഒഴുകി കിടക്കുന്ന സെല്ല. ഒഴുകി കിടക്കുന്ന സെല്ല് ഇങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒഴുകി കിടക്കുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അതിന് ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഓരോ സെല്ലിന്റെയും ഷേപ്പ് അതിന്റെ ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. സോ ഷേപ്പ് ആൻഡ് സൈസ് വേരീസ് അക്കോർഡിംഗ് ടു ദിയർ ഫംഗ്ഷൻ. എന്താണ് ചോദിച്ചത്? വാട്ട് ഡിറ്റർമിൻ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ സെൽ? ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഇനി ഈ സെല്ലുകൾക്ക് പല വലിപ്പങ്ങളുണ്ട്. നോക്കൂ, ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വായിക്കും. ഓരോ സെല്ലിന്റെ വലിപ്പം നോക്കാം. സ്മാളസ്റ്റ് സെൽ PPLO പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? മൈക്കോപ്ലാസ്മ പഠിച്ചിട്ടുള്ള PPLO, സ്മാളസ്റ്റ് പ്രോകാരിയോട്ട്, PPLO. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം PPLO, മൈക്കോപ്ലാസ്മ. അതിന്റെ സൈസ് എത്ര നോക്കൂ. ഇറ്റ് റേഞ്ച് ഫ്രം 0.3 മില്ലി മൈക്രോൺ. ഇതിനകത്ത് പുസ്തകത്തിനകത്ത് ഒന്ന് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു വാല്യൂ ആണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻട്രൻസ് പഠിക്കുന്നത് രണ്ടും പഠിച്ചോ. പടം കൊടുത്തിട്ടായിരിക്കും ചോദിക്കും, ചില പുസ്തകത്തിൽ കൊടുത്തിട്ട് ചോദിക്കുക. അതുകൊണ്ട് പടം എൻട്രൻസ് പഠി രണ്ടും പഠിച്ചോ. പരീക്ഷയ്ക്ക് പിന്നെ സൈസും ചോദിക്കത്തില്ല, ഓർത്തിരിക്കുക. This is small cell, is PPLO, and its size is 0.3 millimicron. And in bacteria, it is ranging from 3 to 5 millimicron. Micron against micron is 1/1000 of a millimeter. അല്ലെ, അതാണ് മൈക്രോൺ എന്ന് പറയുന്നത് അല്ലേ. Then RBC 7 millimicron. Then typical eukaryotic cell, typical eukaryotic cell 10 to 20 millimicron. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം സൈസ് മാറുകയാണ്. ബാക്കിയുടെ സെല്ലിന്റെ സൈസ് ഇതൊക്കെ എൻട്രൻസ് പോയിന്റ് ആണ്. ബോർഡ് എക്സാം ചോദിക്കത്തില്ല, ഓർത്തിരിക്കുക. ഇനി സ്മാളസ്റ്റ് സെൽ എന്താന്ന് പറഞ്ഞത് ഏതാണ്ട് ലാർജസ്റ്റ് സെൽ. ലാർജസ്റ്റ് സെൽ, ഹാവ് യു സീൻ എ സെൽ? നിങ്ങൾ സെല്ല് കണ്ടിട്ടുണ്ടോ? കണ്ണുണ്ട് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ സെല്ല് കണ്ടിട്ടുണ്ട്, കൈകൊണ്ട് എടുത്തിട്ടുണ്ട് അല്ലേ. പിന്നീട് അമ്മാനമാടി കളിച്ചിട്ടുണ്ടാകാം, ഉത്സയാക്കി തിന്നിട്ടുണ്ടായിരിക്കാം. ഏതാണ് ഇപ്പൊ സെല്ല്? അതിന് കണ്ട സെല്ല് മുട്ടയാണല്ലേ. മുട്ട ഒരു സെല്ലാണ്. എഗ് ഈസ് എ സെൽ. അപ്പോൾ കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് കവറുണ്ട്. ദെൻ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഘടകമുണ്ട്. ഒരു വെള്ളക്കരു എന്ന് പറയാം, സൈറ്റോപ്ലാസം എന്ന് വിളിക്കാം. പിന്നെ അതിന്റെ യോക്ക് എന്ന് വിളിക്കാവുന്ന അതിന്റെ ഒരു ഫുഡ് കവറിംഗ് ഉണ്ട്. അതിന് ഇവിടെ ആയിട്ട് ന്യൂക്ലിയസ് ഇരിക്കുന്നത് പുട്ടിരിക്കുന്ന ഭാഗമാണ് ഈ യോക്ക്, മഞ്ഞക്കരി. ഇവിടെ ആയിട്ട് ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളക്കരയുടെ സൈറ്റോപ്ലാസമാണ്, പ്ലാസ്മ മെംബ്രെയിനാണ് മുട്ടപ്പാട്. ഇതൊരു പ്രൊട്ടക്റ്റീവ് കവറാണ്. പിന്നെ ചിലടത്ത് ഇങ്ങനെ പറയാറുണ്ട്, വെള്ളക്കൊരു സൈറ്റോപ്ലാസമാണ്, ന്യൂക്ലിയസ് അതിനകത്തുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ മുട്ടപ്പാടയാണ്, മുട്ടത്തൊടുന്തോ സെൽ വാൾ ആണോ? അനിമൽ സെല്ലിന്റെ സെൽ വാൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് പ്രൊട്ടക്റ്റീവ് ഷെല്ലാണ്. അപ്പം ഇതാണ്. അപ്പൊ ഇതിലെ അപ്പോൾ സ്മാളസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മുട്ടയല്ല, അത് PPLO എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സെല്ല് അത് എഗ് ഓഫ് ഓസ്ട്രിച്ച് ആണ് അല്ലെ. ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ് ഏറ്റവും വലിയ. ഏകദേശം 17 സെന്റിമീറ്റർ നീളം, ഏകദേശം 10 സെന്റിമീറ്റർ കനവുമുള്ള ഒരു, നിങ്ങളുടെ വീട്ടിലെ കടയിൽ നിന്ന് മീൻചട്ടിയില്ല അത്രയും കാണും ഒരു മുട്ടയുടെ വലിപ്പമുണ്ട് ഓസ്ട്രിച്ചിന്റെ. അപ്പൊ ഇതിന്റെ സൈസ് ഒക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ സ്റ്റഡി അബൌട്ട് പ്രോകാരിയോട്ടിക് സെൽ. അപ്പൊ അതിന് ഞാൻ വായിക്കാണ്. ഇനി നമുക്ക്
പ്രോഗ്രസ്സിൽ പഠിക്കാം. തൽക്കാലം ഞാൻ ഒരു ഭാവം വരയ്ക്കുന്നില്ല, കൺഫ്യൂഷൻ വരയ്ക്കാനാണ്, പിന്നെ ഞാൻ വരയ്ക്കാം. അപ്പൊ ഇതൊന്ന് ലേബിൾ ചെയ്യാണ്. ഏറ്റവും പുറമെ കാണുന്ന ഇത് ഞാൻ ആരോ മാർക്കെല്ലാം ലേബിൾ ചെയ്യാണ്. ഈ പ്ലാസ്മ നമ്മൾ വരച്ചിട്ടുള്ളതാണ് പണ്ട് എനിക്ക് തോന്നുന്നു. ഇത് വരയ്ക്കും. ഈ കാണുന്ന സെൽ വാൾ, ഈ പുറമെ കാണുന്ന മഞ്ഞ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്ലൈക്കോ കാലിക്സ്. ഇത് മൂന്നിനോട് വിളിക്കുകയാണ് സെൽ എൻവലപ്പ്. കോശത്തിന്റെ പൊതി സെൽ എൻവലപ്പ്. നിങ്ങൾ പോയി കടയിൽ പോയി പിന്നീട് 1 കിലോ പഞ്ചാര വാങ്ങുമ്പോൾ പഞ്ചാര കടക്കാരുടെ ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു സഞ്ചിയിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവർ സഞ്ചി ഇത് 3 കൂടെ ചേർത്ത് പഞ്ചാര പൊതിക്ക് കുടിച്ചൂടെ. 3 പഞ്ചാര കവറല്ലേ, അതുപോലെ സെല്ലിന് പൊതി 3 കവറുണ്ട്. സെൽ വാൾ, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, ഗ്ലൈക്കോകാലിക്സ്. മൂന്നാണ്. മൂന്നിനെ വിളിക്കുന്ന പേരാണ് സെൽ എൻവലപ്പ്. ഓക്കെ. അപ്പൊ ഇനി അകത്തോട്ട് കാണാം സൈറ്റോപ്ലാസം. അതൊരു ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്ലാസ്മാവിന് തങ്ങിയ മടക്കുകൾ കാണാം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് മീസോസോം എന്നാണ്. ഇൻഫോൾട്ടിക്സ് ഓഫ് പ്ലാസ്മോനെക്കാട് മീസോസോം. പിന്നെ ഒരു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് DNA. അത് ജനറ്റിക് മെറ്റീരിയൽ ആണ്. ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണ്. എന്നാൽ ഇത് വേറെ 2 പേരുണ്ട്. ജീനോഫോർ എന്ന് വിളിക്കാറുണ്ട്. ബൈൻഡേഴ്സ് ആണ് ചോദിച്ചോളൂ. ജീനോഫോർ അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കാറുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് DNA തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ 2 പേരുണ്ട്. ന്യൂക്ലിയോയിഡ് എന്ന് ജീനോഫോർ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ലെവലെല്ലാം കഴിഞ്ഞു ഇല്ലല്ലോ. ഇതാണ് ചെറിയൊരു കുത്തൂർ കിടക്കുന്നു. അതിന്റെ ഒരു റൈബോസോം എന്നാണ്. അപ്പോഴും എല്ലാം കഴിഞ്ഞു ഇല്ല. ഈ 3 തരം രോമങ്ങൾ കാണാം. ഈ മഞ്ഞ രോമം ഫ്ലജല്ല. അത് കഴിഞ്ഞാൽ ഇച്ചിരി നീളം കുറഞ്ഞ ഇത് പിലി. ഏറ്റവും ചെറുതിനെ വിളിക്കാണ് ഫിംബ്രിയെ. ഫ്ലജല്ല, പിലി, ഫിംബ്രിയെ. ചിലർ തെറ്റിക്കാറുള്ളത് വ്യക്തമായിട്ട് എഴുതാം. FIMBRIA ഫിംബ്രിയെ എന്നാണ്. സോ ഇത് മൂന്നും ബാക്കിയുള്ള അപ്പൻഡേജസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൻഡേജസ് കൈകാലുകൾ. നമുക്ക് കൈകാലുകളില്ലേ, അതുപോലെ ബാക്കിയുടെ കൈകാലുകളാണ് ശരിക്കും അപ്പൻഡേജസ്. ഇപ്പൊ എല്ലാം ഏകദേശം ആയില്ല. എന്നാൽ ഒരു സാധനം കൂടെ ഉണ്ട്. ചില ബാക്ടീരിയകളിൽ ഇതെല്ലാം കൂടാതെ ഇതേപോലെ ഒരു DNA ഇവിടെ വട്ടത്തിൽ കാണും. ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ചില ബാക്ടീരിയകളാണ്. ഞാൻ ഇങ്ങനെ വരച്ചതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഒന്നും തെറ്റിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ അവസാനം വരച്ചത്. ഇത് DNA തന്നെയാണ്, ഒരെണ്ണം ഇവിടെ മാറിക്കിടക്കും. ഇതിനെ പ്ലാസ്മിഡ് എന്നാണ് പറയുന്നത്. ഓർ എപ്പിസോം. പ്ലാസ്മിഡ് ഓർ എപ്പിസോം. ഇതെത്രയാണ് ഒരു ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചർ. ശരാശരിയാണ്, എല്ലാ ബാക്ടീരിയയൊന്നും അല്ല. ഷേപ്പ് മാറും, ഫ്ലജല്ല ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പല സ്പ്രിംഗ് പഠിച്ചില്ല, സ്പ്രിംഗ് ഷേപ്പ്, കോമ ഷേപ്പ്,
റോഡ് ഷേപ്പ് പഠിച്ചില്ലേ, പല ഷേപ്പ്. ടിപ്പിക്കൽ. ഇത് എന്ത് സെല്ല? യൂക്കാരിട്ടോ പ്രോക്കാരിട്ടോ? ന്യൂക്ലിയസ് ഇല്ലല്ലോ, ഇത് ന്യൂക്ലിയസ് അല്ലേ, ഒരു DNA അതിനോട് കിടക്കുവാണേ. So it's called a prokaryote. So this is a typical prokaryotic cell. This is a typical prokaryotic cell. Okay. ഇത് നേരത്തെ വശമുള്ളതാണ് എങ്കിലും ഒന്നുകൂടെ വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറവിയായി പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, വരച്ചോ. ഇത് നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ഇതിന് എക്സാമ്പിൾ എന്താണ്? പ്രോകാരിയോട്ടിക് എക്സാമ്പിൾസ്: ഒന്ന് ബാക്ടീരിയ, മറ്റൊന്ന് ബ്ലൂ ഗ്രീൻ ആൽഗ, PGA. ഇത് ബ്ലൂ ഗ്രീൻ ആൽഗ സൈന ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗ ബാക്ടീരിയ, പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗ, അത് കഴിഞ്ഞ് PPL, പിന്നെ ആർക്കിയ ബാക്ടീരിയ, മെത്തനോജൻസ്, തെർമോസ്ട്രോഫൈസ്, ഇതെല്ലാം ഇത് വരും അല്ലേ. അപ്പൊ ആർക്കിയ ബാക്ടീരിയ നമുക്ക് മൂന്നാം പണ്ടത്തെ പറഞ്ഞത് ആർക്കിയ ബാക്ടീരിയ, യു ബാക്ടീരിയ, പിന്നെ PPL അല്ലേ. ഇതിൽ തന്നെ കീമോസിനറി ബാക്ടീരിയ ഉണ്ട്, അതുപോലെ ഫോട്ടോസിനറി ബാക്ടീരിയ ഉണ്ട്, അതുപോലെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, പാരസൈറ്റിക് ബാക്ടീരിയ ഉണ്ട്, സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ഉണ്ട്, സിംബിയോട്ടിക് ബാക്ടീരിയ ഉണ്ട് അല്ലെ, പാത്തോജനുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ്. എന്നാൽ പൊതുവെ we can classify this prokaryotes into three such as bacteria which may belong to eubacteria and archaeobacteria, then blue green alga, this is eubacteria, then PPL, smallest prokaryotes. ഇതെല്ലാം പ്രോകാരിയോട്ടുകളാണ് അല്ലേ. ഇനി പറഞ്ഞല്ലോ. ഇനി അടുത്ത പോയിന്റ്, പുസ്തകം പോയിന്റ് പറയണം. ഒന്ന് they can rapidly divide. റാപ്പിഡ്ലി ഡിവൈഡ്. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ സെല്ല് ഡിവൈഡ് വേണമെങ്കിൽ 24 മണിക്കൂറൊക്കെ എടുക്കും. ഈസ്റ്റിന്റെ സെല്ല് ഡിവൈഡ് ചെയ്ത് 90 മിനിറ്റ് എടുക്കും. കാരണം യൂക്കാർ. പക്ഷേ ബാക്ടീരിയയുടെ സെല്ല് കണ്ടീഷൻ അനുകൂലമാണ് 20 മിനിറ്റ് ഉണ്ടായാൽ മതി. കാരണം എന്താ? ഡ്യൂ ടു ദ സിമ്പിൾ സ്ട്രക്ചർ. ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ ന്യൂക്ലിയസ് രണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അനിമൽ സെല്ലിൽ രണ്ടാം കൂടെ ആദ്യം ന്യൂക്ലിയസിനകത്ത് രണ്ടാകണം. അതിൽ ക്രോമസോമുകൾ തുല്യമായി വിഭജിക്കപ്പെടണം അല്ലെ. 46 ക്രോമസോം ആണെങ്കിൽ 46 രണ്ടായി, 92 ശേഷം തുല്യമായി മുറിയണം. ഇവിടെ അങ്ങനെ ഒരു ക്രോമസോം രണ്ടാവും. സോ ഡ്യൂ ടു സിമ്പിൾ സ്ട്രക്ചർ ദിസ് ബാക്ടീരിയ ക്യാൻ സിംപ്ലി റാപ്പിഡ്ലി ഡിവൈഡ്. അതാണ് ഒരു പോയിന്റ്. രണ്ട്, ഡിഫറെന്റ് സൈസ് ആൻഡ് ഷേപ്പ്. ഏതാണ് സൈസ് ആൻഡ് ഷേപ്പ്? എന്തായിരിക്കും? ധാരാളം ഡിഫറെന്റ് ആയിരിക്കും. എന്തുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. കോമ ഷേപ്ഡ് ബാക്ടീരിയ, സ്ലിംഗ് ഷേപ്ഡ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ അല്ലെ. അല്ലാതെ ബാസിലസ്, സ്പൈറലം, ദെൻ വിബ്രിയോ അല്ലെ, ദെൻ കോക്കസ് ശരിയാണ് 4. സോ അപ്പം പല ഷേപ്പുള്ള ബാക്ടീരിയ തന്നെ ഉണ്ടെങ്കിൽ എന്തുള്ളൂ? കോമ ഷേപ്പ് ബാക്ടീരിയ, സ്ലിംഗ് ഷേപ്പ് ബാക്ടീരിയ, കോക്കസ് അഥവാ റൗണ്ട് ഷേപ്പ് ബാക്ടീരിയ, റോഡ് ഷേപ്പ് ബാക്ടീരിയ. സോ പ്രോകാരിയോട്ട് മേ ബി ഡിഫറെന്റ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് അല്ലെ. ഇങ്ങനെയുള്ള വ്യത്യാസം. ഓക്കെ. സോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഡിഫറെന്റ് ഷേപ്പ് ബാക്ടീരിയ, മേ ബി ഡിഫറെന്റ് ഷേപ്പ് സൈസ് ഡ്യൂ ടു കോമ ഷേപ്പ്, സ്പ്രിംഗ് ഷേപ്പ്, റോഡ് ഷേപ്പ് ആൻഡ് കോക്കസ് അല്ലെ, സ്ഫെറിക്കൽ ഷേപ്പ് ഇതെല്ലാം ഉണ്ട്. അടുത്തത് സെൽ മെംബ്രെയിൻ. സൈറ്റ് പറയുകയാണ് they have സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഉണ്ട്. then they have സൈറ്റോപ്ലാസം ഉണ്ട്. സെൽ മെംബ്രെയിൻ പ്ലാസ്മ ഉണ്ട്. സൈറ്റോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയസ് ഇല്ല. ശരിയാണ്. അടുത്ത പോയിന്റ്, ജനറ്റിക് മെറ്റീരിയൽ ഈസ് നേക്കഡ് DNA. എന്താണ് ജനറ്റിക് മെറ്റീരിയൽ? നേക്കഡ് DNA എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ഈസ് നേക്കഡ് DNA. എന്താണ്? യൂക്കാരിയോട്ട് DNA, പ്രോകാരിയോട്ട് DNA ഉള്ള വ്യത്യാസമാണ്. യൂക്കാരിയോട്ട് DNA നമ്മുടെയൊക്കെ DNA ആണെങ്കിൽ അതിനെ പൊതിഞ്ഞൊരു പ്രത്യേക പ്രോട്ടീൻ കൂടെ കാണും. അതിന് ഒരു ഹിസ്റ്റോൺ എന്നാണ്. ഹിസ്റ്റോൺ. This is a protein that is covered in the DNA in chromosome of human being or eukaryotic cell. It is called histone. ഒരു പ്രോട്ടീൻ കവറുള്ളതായിരിക്കും. അതായത് നിങ്ങൾ ഒരു നൂല് കഷ്ണം എടുക്കുക, ആ നൂല് 2 കഷ്ണം നൂല് പിരിച്ചു വെക്കുക. നിങ്ങൾ DNA സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾ പശയിൽ മുക്കി മേശപ്പുറത്തേക്ക് വെക്കുക. അപ്പോൾ DNA പോയിട്ടൊരു പശ കാണുമല്ലോ അല്ലേ. ആ പശ ഹിസ്റ്റോൺ ആണ് സങ്കല്പിക്കുകയാണെങ്കിൽ. ബാക്ടീരിയയുടെ DNAക്ക് ആ പശ ഇല്ല, എന്നുവെച്ചാൽ ഹിസ്റ്റോൺ ഇല്ല. അപ്പോൾ എന്താണ്? ഒരു കവറില്ല. സോ ഇറ്റ് ഇസ് കാൾഡ് നേക്കഡ്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ.
So what's the difference between DNA of eukaryote and prokaryote? In eukaryote, DNA is covered with a protein called histone, so it is not naked. Where in prokaryote, the histone is absent and the DNA is called naked DNA. Just മനസ്സിലായല്ലോ? Okay. ഇതൊക്കെ പോയിട്ടാണ് തീരുമാനം. The DNA is single, highly coiled and circular. അതാണ് വ്യത്യാസം. അടുത്ത വ്യത്യാസം പറയാനാണ്. നമുക്ക് ഒറ്റ DNA എവിടെയുള്ളൂ കണ്ട. DNA is single. ഒരെണ്ണേ ഉള്ളൂ. നമുക്കാണെങ്കിൽ എത്ര DNA ഉണ്ട്? ഞാൻ ഈ ഭാഗത്ത് വായിക്കുകയാണെ. നിങ്ങൾ വരച്ചിട്ടുണ്ടാവുകയായിരിക്കും. വീണ്ടും പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. യൂക്കാരിയോട്ടിക് DNA സിംഗിൾ അല്ല. ഇപ്പൊ മനുഷ്യന്റെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ 46 ക്രോമസോം ഉണ്ടല്ലേ? ഓരോ ക്രോമസോം ഇങ്ങനെ സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ. സെൽ ഡിവിഷൻ സമയത്താണെങ്കിൽ ഇയാൾ ഇങ്ങനെ, നിങ്ങൾ ഈ ക്രോമസോം ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് അല്ലേ? അത് സെൽ ഡിവിഷൻ സമയത്താണ് ഇങ്ങനെ ആവുന്നത്, അല്ലാത്ത സമയത്ത് അതിങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ അത് ലീനിയർ ആണ്. പിന്നെ സിംഗിൾ അല്ല, 46 എണ്ണം ഉണ്ടാവും മനുഷ്യന്റെ സെല്ലാണെങ്കിൽ. ഓരോ ജന്തുവിനെയും ക്രോമസോം വ്യത്യാസം. ഉള്ളിക്കാണെങ്കിൽ 16 ഉണ്ടായിരിക്കും, പഴയ ചേരി 8 എണ്ണം ഉണ്ടായിരിക്കും, പട്ടിക്കാണ് 78 ഇങ്ങനെ വ്യത്യാസപ്പെട്ട് പോകും. ചിമ്പൻസിക്ക് 48, ഉരുളക്കിഴക്ക് 48, ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏത് ബാക്കി എടുത്താലും ഒറ്റ DNA കാണും, ഒറ്റ DNA ഉള്ളൂ എന്ന് മാത്രമല്ല ഇങ്ങനെ ലീനിയർ ആയിട്ടല്ല, ഹൈലി കോയിൽഡ് ആൻഡ് സർക്കുലർ. എവിടെ തുടക്കം എവിടെ കൊടുക്കും? യു കനോട്ട് സേ വെർ സ്റ്റാർട്ട് വെർ സെൻസ്. ഇവിടെ തുടങ്ങുന്ന സർക്കുലർ ആണ്. ഒരു നൂലെടുത്ത് കൂട്ടി കെട്ടി കഴിഞ്ഞാൽ സർക്കുലർ ആണ് അല്ലേ? എന്നിട്ട് അത് ചുറ്റി കൂട്ടി വെച്ചേക്കാം. ഒരു നൂലെടുത്ത് രണ്ടട്ടം കൂട്ടിക്കെട്ടിന് ശേഷം അത് ചുറ്റി കൈ ചെയ്യാൻ പറ്റിക്കും. അതുപോലെയാണ് DNA സിംഗിൾ ആൻഡ് ഹൈലി കോയിൽഡ് ആൻഡ് സർക്കുലർ. അതാണ് അടുത്തത്. In certain bacteria, there is an additional circular DNA called plasmid. In certain bacteria, there is an additional circular DNA called plasmid. Serum പരിശോധിക്കും what is plasmid. You have to write that is it is additional circular DNA found in certain bacteria. ഇതിന്റെ ഫംഗ്ഷൻ കൂടെ പറയുന്നുണ്ട്. ഈ പ്ലാസ്മിഡ് ബെയർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. അപ്പൊ പ്ലാസ്മിഡിന്റെ ജോലി എന്താണെന്ന് പരിശോധിക്കും. ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മിഡ് ഒന്ന് ഇറ്റ് ബെയർ എന്ന് വെച്ചാൽ വഹിക്കുക ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മിഡ് ഇറ്റ് ബെയർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ഇതോടെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് എന്ന് പറയും. എനിക്കറിയാം വാട്ട് ആർ ആന്റിബയോട്ടിക്സ്. They are certain chemicals produced from microorganisms which can kill or prevent the growth of other microorganisms. അല്ലേ? സൂക്ഷ്മജീവികൾ നിർമ്മിക്കുന്നതും മറ്റ് സൂക്ഷ്മജീവികളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന രാസവസ്തുക്കൾ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. പഠിച്ചിട്ടുണ്ട്. ആരാണ് ഇതുമായി ബന്ധപ്പെട്ട സയൻസിൽ പഠിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന സയന്റിസ്റ്റ് ആണ് അല്ലേ? അദ്ദേഹം ഇത് കണ്ടുപിടിക്കാതെ കഥ എന്തറിയാമല്ലോ? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് പട്ടാളക്കാർക്കൊക്കെ മുറിവേറ്റ് കഴിഞ്ഞാൽ അവര് മുറിവ് പഴുത്ത് മരിക്കുമായിരുന്നു. കാരണം ചികിത്സയില്ല. ആ കാലഘട്ടത്തിന്റെ ഇടയിലാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം. അതിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ നടന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ പട്ടാളക്കാരുടെ മുറിവ് ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരുപാട് പേര് രക്ഷപ്പെടുകയും പിന്നെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ഉപയോഗിക്കും. മാനവരാശിയുടെ ഇന്നത്തെ നിലനിൽപ്പിന്റെ പ്രധാന കാരണം തന്നെ ആന്റിബയോട്ടിക് കണ്ടുപിടുത്തമാണ് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മരുന്ന് എന്തുകൊണ്ട് സാധനം ആരുണ്ടാക്കുന്നത്? ചില സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നത്. ആരെ കൊല്ലാൻ? സൂക്ഷ്മജീവികളെ തന്നെ കൊല്ലാൻ. ചില സൂക്ഷ്മജീവികൾ മറ്റു സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കെമിക്കലുകളാണ് ആന്റിബയോട്ടിക്. ഇതിന്റെ കണ്ടുപിടുത്തത്തിനിടെ സംഭവം എന്ന് പറയാൻ, അതായത് അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ ലബോറട്ടറിയിൽ കുറെ ഫംഗസുകളെ വളർത്തിയിരുന്നു, അല്ല കുറെ ബാക്ടീരിയകളെ വളർത്തിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ കുറെ പെട്രി ഡിഷ് കണ്ടിട്ടുണ്ട്. അതാണ്ട് പടം കൊണ്ട് കാണിക്കുന്നത്. അതിനകത്ത് പോയി ബാക്ടീരിയകളെ വളർത്തിയത്. ബാക്ടീരിയകൾ വളർന്ന പശുവിനെ കിട്ടിയിട്ടുള്ളത് നടക്കുന്നതല്ല, കോളനികളായിട്ടാണ് വളർത്തുന്നത്. നമ്മളൊരു ഇപ്പൊ ഒരു പച്ചമിടി ഉണ്ടാക്കുക. പച്ചമിടി എന്ന് പറഞ്ഞാൽ വളരാൻ പറ്റിയ ഒരു മാധ്യമം എന്ന് അർത്ഥമുള്ളൂ. അതിലൊരു ബാക്ടീരിയ ഇടുവാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വലിയൊരു കോളനിയായിട്ട് മാറും. ഈ ബാക്ടീരിയ കോളനി ആയി കഴിയുമ്പോൾ കണ്ണുകൊണ്ട് കാണാം. ഈ ചുവപ്പ് പൊടി നിങ്ങൾക്ക് ഒരെണ്ണം കണ്ടെടുക്കാൻ പാടാണ്, പക്ഷെ നിങ്ങൾക്ക് ചുവപ്പ് പൊടി കാണാം എന്ന് പറയുന്ന പോലെ ബാക്ടീരിയ ഒരെണ്ണത്തെ കാണാൻ കിടന്നത്, പക്ഷെ ഒരു കോളനി നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അപ്പൊ ഇങ്ങനെ കുറെ ബാക്ടീരിയ അദ്ദേഹം അതിന് ലാബിൽ വളർത്തിയിരുന്നു. അപ്പൊ ഒരു ദിവസം നോക്കുവാണ് ഒരു കോളനി, ബാക്ടീരിയ കോളനി നശിച്ചു കിടക്കും. ഒരു ദിവസം നോക്കി ഒരു ബാക്ടീരിയ കോളനി എല്ലാം നശിച്ചു കിടക്കും. പുള്ളി ഭയങ്കര സങ്കടമായി. ബാക്ടീരിയ വളർത്തി ബാക്ടീരിയ ചത്തുപോയില്ലോ, വലിയ പുള്ളിക്ക് സങ്കടമായി. പിന്നെ അദ്ദേഹത്തിന് ശാന്തമായി ആലോചിച്ചു ഇത് എങ്ങനെ ചത്തു. ശരി, അങ്ങനെ ഇത് ഈ ലാബിലെ ഉള്ള ഈ സാധനം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ബാക്ടീരിയ ചത്തവണ്ടെങ്കിൽ ഒരു ലക്ഷം ബ്രെഡ് കിടക്കും. ബ്രെഡ് അതെ, അവരൊക്കെ തിന്നുന്നത് രാവിലെ ബ്രെഡൊക്കെ അല്ലേ, രാവിലെ നമ്മളെ പഴങ്ങി കാന്താരി മുളക് ഉടച്ചൊന്നുമല്ല തിന്നത്.
രാവിലെ പോയപ്പോൾ ബ്രെഡ് കഴിച്ചുകൊണ്ട് ഭയങ്കര ഒരു പൊടി അതിനകത്ത് വീണതാണ്. അത് അങ്ങനെ ഈ ബ്രെഡ് എങ്ങനെയാണ് ഈ ബാക്ടീരിയ വന്നത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഫംഗസ് ഉണ്ടായി. പെനിസിലിയം നൊട്ടേറ്റം എന്നറിയപ്പെടുന്ന ഒരു ഫംഗസ്. അപ്പോൾ ഈ ഫംഗസ് എങ്ങനെ ബാക്ടീരിയ വന്നു? അവിടെയാണ് ചില സൂക്ഷ്മജീവികളുടെ കഴിവ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കാട്ടിൽ കൂടെ നടന്നു മുമ്പ് ഒരു പിച്ചാത്തി കൈ ചെയ്യുന്നതിനാണ് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അല്ലെങ്കിൽ മൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ അതിന് അത് രക്ഷമാണ്. ഒരു വടി വെച്ചതിന് പാമ്പല്ലോ അടിക്കുന്നത് അടിക്കാൻ. അതുപോലെ എല്ലാ സൂക്ഷ്മ ജീവജാലങ്ങളും മറ്റുള്ളവരെ ആക്രമിക്കപ്പെടും എന്നുള്ള ബോധമുണ്ട്. അപ്പൊ ഫംഗസ് ഈ ബാക്ടീരിയ കോളനി വീണപ്പോൾ ഫംഗസിനെ ആരാക്രമിക്കാൻ സാധ്യതയുണ്ട്? ബാക്ടീരിയ ആക്രമിക്കാൻ സാധ്യത. അപ്പൊ അത് ചുറ്റിലോട്ടും ചില കെമിക്കലിനെ സ്പ്രെഡ് ചെയ്യും. നിങ്ങൾ തന്നെ കണവ എന്ന് പറയുന്ന ഒരു മത്സ്യത്തെ കടലിൽ വെച്ച് വേറെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ കണവ ചുറ്റും എന്ത് പ്രോബ്ലം ചെയ്യും? ഒരു മഷി ഇല്ലേ? ഇപ്പൊ വെള്ളത്തിൽ നിറം മുഴുവൻ കറുകറാകുമ്പോൾ ഇയാൾ വിളിച്ചാൽ കൊടുക്കും. പല്ലിയെ തൊട്ട് വാലോടെ മുറിച്ചിട്ട് പൂച്ചയുടെ ശ്രദ്ധ ആകർഷിച്ച് പല്ല് രക്ഷപ്പെടും. ഇതേപോലെ രക്ഷപ്പെടുന്ന ഒരു മെക്കാനിസമായിട്ട് ഈ ഫംഗസ് അതിന് ചുറ്റും ഒരു കെമിക്കലിനെ പുറപ്പെടുവിക്കും. ഈ കെമിക്കൽ ആരെ കൊല്ലും? ബാക്ടീരിയ കൊല്ലും. മനസ്സിലായി? അപ്പൊ അയാൾ അന്നേരം വീണ്ടും വിഷമിച്ചു, അയ്യോ എന്റെ ബാക്ടീരിയ മുഴുവൻ ഫംഗസ് കൊന്നല്ലോ നാശം എന്നാണ് അത്. പിന്നെ അതൊരു ഐഡിയ മനസ്സിൽപ്പെട്ടത് എടുപൊട്ടി എന്തായിരിക്കും എങ്കിൽ ഈ കെമിക്കൽ വേർതിരിച്ചിട്ട് എന്തുകൊണ്ട് ബാക്ടീരിയ കൊല്ലാനായിട്ട് ഉപയോഗിച്ചുകൂടാ? മനസ്സിലായി? അന്ന് ജേം തിയറി ഓഫ് ഡിസീസ് ഉണ്ട്. എന്ന് വെച്ചാൽ രോഗത്തിന് കാരണം രോഗാണുക്കളാണ് എന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച കാലഘട്ടമാണ്. ഇത് ജേം തിയറി ഓഫ് ഡിസീസ്. അപ്പം ആ ഒരു പരീക്ഷണത്തെ പരീക്ഷിച്ച് വിജയിപ്പിച്ചു. അങ്ങനെയാണ് ആന്റിബയോട്ടിക് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന്, ഏതെങ്കിലും ഒരു ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതാണ്. അപ്പൊ ചില ബാക്ടീരിയകൾ എന്ത് നേടി? അവയെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നേടി. ഒരു കഴിവ് ഒരു ബാക്ടീരിയ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ജന്മനാ തന്നെ ചില ബാക്ടീരിയകൾ ഇപ്പം ആന്റിബയോട്ടിക്കുകൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ മുറിവുണ്ടായി, നിങ്ങൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് കഴിക്കും, മുറിവ് കഴിക്കുന്നില്ല, വീണ്ടും ഡോക്ടറെ കാണുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ കഴിച്ച ആന്റിബയോട്ടിക്കുകൾ ഇതിൽ എഫക്ട് ചെയ്തപ്പോൾ അതിനെ തടയാൻ കഴിവുള്ള ബാക്ടീരിയ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കൾച്ചർ ചെയ്യാൻ പറയും. അപ്പോൾ ആ മുറിവിൽ നിന്ന് അല്പം പസ് എടുത്ത് കൊണ്ടുപോയി ലാബിലിട്ട് മൾട്ടിപ്ലൈ വെച്ചിട്ട് ഏത് ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ട് ആ ബാക്ടീരിയ കൊല്ലാനുള്ള സ്പെസിഫിക് ആന്റിബയോട്ടിക്സ് കൊണ്ട് തന്നെ കൊല്ലും. മനസ്സിലായി? അപ്പോൾ ചില ബാക്ടീരിയകൾക്ക് ഒരു ആന്റിബയോട്ടിക് കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ കാണാൻ അവർക്ക് എന്തുണ്ട്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു കഴിവാണ്. ആ കഴിവിന് അടിസ്ഥാനം അതിലിരിക്കുന്ന ഒരു ജീനാണ്. ആ ജീൻ എന്ന് പറയുന്നത് DNA കഷ്ണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ അതിന് കഴിവ് ഒരു ജീനായിരിക്കും. ആ ജീൻ എപ്പോഴും ഇരിക്കുന്നത് പ്ലാസ്മിഡിലായിരിക്കും എന്നേ അർത്ഥമുള്ളൂ. അത് മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്ലാസ്മിഡ്? ഒന്ന്, ഇറ്റ് ബെയർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്ലാസ്മിഡിലും ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഉണ്ടാകണം എന്നില്ല. എല്ലാ ബാക്ടീരിയക്കും പ്ലാസ്മിഡ് ഉണ്ടാകണം എന്നും ഇല്ല. ഈ കോള എന്ന് പറയുന്ന ബാക്ടീരിയ എസ്കെരീഷ്യ കോള, അതിന് പ്ലാസ്മിഡും ഇല്ല, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും ഇല്ല. ചിലരൊക്കെ പ്ലാസ്മിഡ് ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ഓരോന്നതിനും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഏതെങ്കിലും ഒരു ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ജീൻ ഇരിക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? പ്ലാസ്മിഡിലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ പ്ലാസ്മിഡിലും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാ തമിഴന്മാരും ഇന്ത്യക്കാരാണ്. എല്ലാ ഇന്ത്യക്കാരും തമിഴന്മാരാണോ? അല്ല. അതേപോലെ ഉള്ളൂ. മനസ്സിലായോ? ഒരു പോയിന്റ് ഞാൻ പറയാം. എന്താണ് വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് പ്ലാസ്മിഡ്? ഇറ്റ് ബെയർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. രണ്ട്, ചോദിക്കും, ഇറ്റ് മോണിറ്റർ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് DNA വിത്ത് അതർ ബാക്ടീരിയ. എന്താണ് മോണിറ്റർ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് DNA വിത്ത് അതർ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോറിൻ DNA. ഇറ്റ് മോണിറ്റർ ദ ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ഫോറിൻ DNA. ഇറ്റ് മോണിറ്റർ ദ ബാക്ടീരിയ ട്രാൻസ്ഫർമേഷൻ വിത്ത് ഫോറിൻ DNA. എന്തോ അതിന്റെ അർത്ഥം? ഇവിടെ ഒരു കാര്യം പഠിക്കണം. ട്രാൻസ്ഫോർമേഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. അതാണ് ജന്തുക്കൾക്ക് അല്ലെങ്കിൽ ബാക്ടീരിയക്ക് ഫോറിൻ DNAയുടെ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത് ഇച്ചിരി വിശദമായി അറിയേണ്ടതാണ്. അടുത്ത വർഷം വിശദം പഠിക്കും. ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഈ ഭാഗം വായിച്ചാലേ അവർക്ക് വായിക്കണം. പിന്നെ ഈ ബാക്ടീരിയ ഇത് മനുഷ്യന്റെ ഇൻസുലിൻ ഉണ്ടാകുന്ന ജീൻ ഇതാണ്. ഇൻസുലിൻ ഉണ്ടാകുന്ന ജീനാണ്. DNA ഇതാണ്. അതിന് മുറിച്ചെടുത്ത് ഇതാണ് ഇൻസുലിൻ ഉണ്ടാകുന്ന ജീൻ. ഈ DNA മുറിച്ചെടുത്തു. നമുക്കറിയാം മനുഷ്യൻ ഇൻസുലിൻ ഉണ്ടാകുന്ന ജീൻ അവിടെ ഇരിക്കുന്നത് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എല്ലാ സെല്ലിലും ജീനുകളുണ്ട്. അതിൽ പാൻക്രിയാസ് ഗ്ലാൻഡിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഗ്ലാൻഡിന്റെ ബീറ്റാ കോശമാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. അവിടെ ഇരിക്കുന്ന ജീനുകൾ പ്രവർത്തിക്കും.
അപ്പോൾ എന്താ മനുഷ്യൻ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാവും, ഡയബറ്റീസ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ കഴിയും. അല്ല, ഇൻസുലിൻ എവിടെ നിന്ന് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ജീൻ ബാക്ടീരിയയിലുള്ളവരെ കടത്തിവിടും, എന്നിട്ട് ബാക്ടീരിയ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കി വേർതിരിച്ച് നമ്മുടെ അടുത്ത് കുത്തിവെക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് അടുത്ത വർഷം ഡീറ്റെയിൽ പഠിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഈ ജീൻ മുറിച്ചെടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നോ യൂസ്. കാരണം ഇതോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്താണ് നശിച്ചു. കാരണം ഇപ്പൊ നിങ്ങളുടെ ശരീരത്തേക്ക് നിങ്ങൾ കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഒരു കിഡ്നി എടുത്ത്, ഒരു ജീവിയുടെ കിഡ്നി എടുത്ത് നിങ്ങളുടെ വയറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അത് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ ഈ DNA കുറിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നോ യൂസ്, അത് വേസ്റ്റ് ആയിപ്പോ. ഇപ്പൊ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇതിനെ എടുത്തിട്ട് മറ്റൊരു ബാഗിലെ പ്ലാസ്റ്റിക് പുറത്തിട്ട്, എന്നിട്ട് അതിനകത്തൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഈ DNA അവിടെ കൊണ്ട് ഒട്ടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൂടുതൽ നോക്കും, അടുത്ത വർഷം പഠിക്കുന്നില്ല. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ ഈ ബാക്ടീരിയകൾക്ക് കടത്തി വെച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പോ ഈ മനുഷ്യന്റെ ജീനെ ഈ ബാക്ടീരിയക്കുള്ളിൽ കടത്തിവിടുന്ന ഈ മെത്തേഡിനെ വിളിക്കുകയാണ് ട്രാൻസ്ഫോർമേഷൻ. എന്താ അതിന്റെ അർത്ഥം? ദിസ് ബാക്ടീരിയ, ആദ്യം ഈ ബാക്ടീരിയ എന്തായിരുന്നില്ല, ഈ ഇൻസുലിൻ ജീൻ അടങ്ങിയ ബാക്ടീരിയ ആയിരുന്നില്ല. ഇപ്പൊ അതിനെ എന്താക്കി മാറ്റി, ഇൻസുലിൻ അടങ്ങിയ ബാക്ടീരിയ ആക്കി മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബാക്ടീരിയക്ക് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടല്ലേ. അപ്പോൾ വി ഹാവ് ട്രാൻസ്ഫോംഡ് ഫ്രം എ നോൺ ഇൻസുലിൻ ബാക്ടീരിയ ഇൻടു എ ഇൻസുലിൻ മേക്കബിൾ ബാക്ടീരിയ, ഓർ ഇൻസുലിൻ ക്യാൻ പ്രൊഡ്യൂസ് ബാക്ടീരിയ, ഓർ എ ബാക്ടീരിയ ക്യാൻ പ്രൊഡ്യൂസ് ഇൻസുലിൻ. അപ്പോൾ we have transformed one organism to another. It's called transformation. അല്ലേ? അതിൽ ആരാണ് ഇത് ചെയ്തത്? ഈ പ്ലാസ്മിഡ് ഉപയോഗിച്ചാൽ നമ്മൾ കടത്തിവിട്ടത്. സോ ഇറ്റ് ഈസ് മോണിറ്ററിംഗ് മെറ്റീരിയൽ. ഇതാണ് പറഞ്ഞത്, പ്ലാസ്മിഡ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് DNA വിത്ത് ഫോറിൻ DNA. തന്റേതല്ലാത്ത ഒരു DNA ഉണ്ടോ? തന്റെ മനുഷ്യന്റെ DNA ഈ പ്ലാസ്മിഡ് ഫോറിനാണ്. അതുമായിട്ട് അതിനെ വഹിച്ചുകൊണ്ട് ഒരു ബാക്ടീരിയ ഉള്ളിൽ കടന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്ലാസ്മിഡ് നമുക്ക് ഉപയോഗിക്കാം. ഡീറ്റായിട്ട് പഠിക്കും. ഒക്കെ ഒന്ന് കാണാടിച്ച് വെച്ചാലും മതി. എന്താന്ന് പഠിക്കുക, ദിസ് ടു മോണിറ്റർ ദ ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ഫോറിൻ DNA. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പാർട്ട് ഓഫ് പ്ലാസ്മിഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുകൊള്ളുക. ഈ ബാക്ടീരിയയെ കുറിച്ച് പറയുന്നത് നോ ഓർഗൻ അതർ ദാൻ റൈബോസോം ഉണ്ടോ? ഒരേ ഒരു ഓർഗനിലേ ഉള്ളൂ, ഏതാണ്? റൈബോസോം. നോ ഓർഗൻ അതർ ദാൻ റൈബോസോം. അപ്പൊ നമ്മൾ നേരത്തെ കാര്യം പഠിച്ചായിരുന്നല്ലോ, മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് ആർ ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്ട് അല്ലേ. റൈബോസോം ആരല്ല? മെംബ്രെയിൻ ബൗണ്ട് അല്ല, ഓർത്തോ അല്ലേ. റൈബോസോം ഇസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആൻഡ് ദർ ഈസ് മീസോസോം, പ്രസൻസ് ഓഫ് മീസോസോം. വാട്ട് ആർ മീസോസോം? മീസോസോംസ് ആർ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് ഒരു മടക്ക്. മീസോസോം ഇൻഫോൾഡിങ്, അകത്തോട്ടുള്ള മടക്ക്. നിങ്ങൾ ഫോൾഡ്, 3 ഫോൾഡ് കൊടയൊക്കെ ഉണ്ടല്ലോ, ഒരു ഫോൾഡ് ചെയ്യാൻ മടക്കുക, ഇൻഫോൾഡിങ് അകത്തേക്ക് മടക്കുക. സോ മീസോസോംസ് ആർ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ദീസ് ആർ ദ പോയിന്റ് വി ഹാവ് സ്റ്റഡീഡ്. എന്തൊക്കെയാണ്? ഒന്ന്, പ്രോകാരിയോട്സ് റാപ്പിഡ്ലി ഡിവൈഡ് ഡ്യൂ ടു ദ സിമ്പിൾ സ്ട്രക്ചർ. Then they have different size and shape. We have studied that is coccus, bacillus, spirillum, vibrio shaped bacteria. They have cell membrane. Okay, structure നമ്മൾ പഠിക്കുന്നില്ല. They have cytoplasm. Okay, there is no nucleus. There is no true nucleus. നമ്മൾ പഠിച്ചോണ്ടല്ലേ. അതുകൊണ്ടാണ് അതെന്തായത് പ്രോകാരിയോട്ട് ആയത്. Then ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ മെമ്മറി ഉണ്ടായിരിക്കണം, ന്യൂക്ലിയർ പ്ലാസം ഉണ്ടായിരിക്കണം, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് ന്യൂക്ലിയസും ഇല്ല. സോ ദേ ഹാവ് നോ ട്രൂ ന്യൂക്ലിയസ്. പിന്നെയുള്ള ന്യൂക്ലിയസ് നമ്മൾ ഇൻസിപ്പിയന്റ് ന്യൂക്ലിയസ്. ഈ ഭാഗത്ത് നമ്മൾ ഇൻസിപ്പിയന്റ് ന്യൂക്ലിയസ് പറയാറുണ്ട്. ഇൻസിപ്പിയന്റ്, അവ്യക്തമായ ന്യൂക്ലിയസ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ട്രൂ അല്ല എന്ന് പറയാറുണ്ട്. പിന്നെ അതിനെ ജനറ്റിക് മെറ്റീരിയൽ ആണ്, DNA ആണ്, ജീനോഫോർ എന്ന് വിളിക്കാറുണ്ട്, ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ട്രൂ ന്യൂക്ലിയസ്. പിന്നെ നമ്മൾ പറഞ്ഞു നേക്കഡ് DNA. അതെന്താന്ന് പറഞ്ഞു, യൂക്കാരിയോട്ടിന്റെ DNA ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, പൊതി ഉണ്ടായിരിക്കുക. പ്രോട്ടീന്റെ പേര് ഹിസ്റ്റോൺ എന്നാണ്. എന്നാൽ ഹിസ്റ്റോൺ ആർക്കില്ല, ഈ പ്രോകാരിയോട്ടിന്റെ DNA ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞു DNA ആർ സിംഗിൾ ആൻഡ് ഹൈലി കോയിൽഡ് ആൻഡ് സർക്കുലർ. മനുഷ്യനൊക്കെ ആണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ക്രോമസോം ധാരാളം കാണും. മനുഷ്യൻ 46 ഉണ്ട്, ബാക്കിയൊക്കെ ഒരെണ്ണമേ ഉള്ളൂ. അത് ഹൈലി കോയിൽഡ് ആൻഡ് സർക്കുലർ ആണ്. ആ പോയിന്റ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പ്ലാസ്മിഡ് എന്താ പറഞ്ഞു, പ്ലാസ്മിഡ് ഈസ് ആൻ അഡീഷണൽ സർക്കുലർ DNA ഫൗണ്ട് ഇൻ സർട്ടൻ ബാക്ടീരിയ. എല്ലാ ബാക്ടീരിയയും ഇല്ല, ഇൻ സർട്ടൻ ബാക്ടീരിയ. ഫംഗ്ഷൻ പറഞ്ഞു ഇറ്റ് ബെയർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ഒന്ന്. രണ്ട്, ഇറ്റ് മോണിറ്റർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫോറിൻ DNA വിത്ത് അതർ ഓർഗാനിസം. നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇവയ്ക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് ഒന്നുമില്ല, റൈബോസോം മാത്രമേ ഉള്ളൂ. അതൊരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മീസോസോം എന്താണെന്ന് പറഞ്ഞു. മീസോസോംസ് ആർ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ മീസോസോം.
ഓക്കെ, ഇത്രയും ഇനി അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്. അതായത് ഇവിടെ ഞാൻ 3 ഭാഗം ലേബൽ ചെയ്തു. ഒന്ന് പ്ലാസ്മ മെംബ്രെയിൻ, രണ്ട് സെൽ വാൾ, 3 ഗ്ലൈക്കോകാലിക്സ്. ഇത് മൂന്നിനുള്ള പേരാണ് സെൽ എൻവലപ്പ്. എക്സാമ്പിൾ പറഞ്ഞത് പഞ്ചസാര വാങ്ങിച്ചപ്പോൾ 3 പൊതിയിട്ട് പൊതിഞ്ഞു എന്നു. അതാണ് 3 കവർ സെൽ എൻവലപ്പ്. പഞ്ചസാരയുടെ പൊതി എന്ന് പറയുമ്പോൾ സെല്ല്, അതാണ് സെല്ല്. 3 കവർ പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, glycocalyx. What is the outermost one? Glycocalyx. What is the innermost one? Plasma membrane. What is the middle one? Cell wall. What is the leafy? Plasma membrane. Cell wall and glycocalyx dead down. Okay. So there are 3 colors. There are 3 covers. That is glycocalyx, cell wall and plasma membrane. അതിൽ ഈ glycocalyx എന്ന് പറയുന്ന ആശയം ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ, സെൽ വാൾ. ഈ glycocalyx ചിലപ്പോൾ ഇത് ലൂസ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഇത് ബാക്ടീരിയ. ഗ്ലൈക്കോകാലിക്സ് വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും, ഒട്ടിയിരിക്കുന്നത്. ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്ലൈം ലെയർ എന്നാണ്. ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കാർഡ് ക്യാപ്സ്യൂൾ. ആരെ കുറിച്ചാണ്? ഗ്ലൈക്കോകാലിക്സിനെ കുറിച്ചാണ്. If glycocalyx is tightly attached with the cell wall, it is called capsule. അപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ സ്ക്രീനകത്ത് പേപ്പർ പ്ലാസ്റ്റിക്കിനെ ഒട്ടിച്ചു അല്ലെങ്കിൽ വലിച്ചിങ്ങനെ നടക്കുമ്പോൾ കളയുമ്പോൾ അല്ലെ ടൈറ്റ് ആയിട്ട് ഒട്ടിയിരിക്കും. അതേസമയം നിങ്ങൾ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവർ ഈ ബിസ്ക്കറ്റ് ഒട്ടിയിരിക്കണം, അല്ല ലൂസായിട്ട് പുലിക്ക് അല്ലെ പുലിയെടുക്കാം. അതേപോലെ പ്ലാസ്മ അല്ലെങ്കിൽ സെൽ വാളിനെ ചുറ്റിക്കൊണ്ട് ഗ്ലൈക്കോകാലിക്സ് ഒന്നുകിൽ ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് സ്ലൈമിന്റെ, ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് ക്യാപ്സ്യൂൾ. ഈ ബാക്ടീരിയ രണ്ടാണ്, റഫും സ്മൂത്തും ഉണ്ട് കേട്ടോ. റഫ് ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്, സ്മൂത്ത് ആയിട്ട് ഒരു തരം സ്മൂത്ത് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സ്യൂൾ ആയിരിക്കും. റഫിൽ പരിവരാതിരിക്കും, ഇതാണ് ആശാനായിരിക്കും. പറഞ്ഞൊന്നുമില്ല, എന്നെ സമയം ചോദിച്ചാൽ റഫ് ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ ഗ്ലൈക്കോകാലിക്സ് എങ്ങനെയായിരിക്കും? സ്ലൈം ലെയർ ആയിരിക്കും. സ്മൂത്ത് ബാക്ടീരിയ കാണപ്പെടുന്ന ഗ്ലൈക്കോകാലിക്സ് എങ്ങനെയായിരിക്കും? അത് ക്യാപ്സ്യൂൾ പോലെ ആയിരിക്കും. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം ഗ്ലൈക്കോകാലിക്സിനെ കുറിച്ച് ഞാൻ പറയും, ഇതൊന്നും പറയാനില്ല. രണ്ട് സെൽ വാൾ. Cell wall is non-living outer boundary of a bacterial cell. ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇൻ പ്രോകാരിയോട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ കാൾഡ് അമിനോ ആസിഡ് ആൻഡ് പോളിസാക്കറൈഡ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്. കഴിഞ്ഞ ക്ലാസിഫിക്കേഷനകത്ത് കിങ്ഡം മൊനീറ സെൽ വാൾ മെറ്റീരിയലിന്റെ താഴെ നോൺ സെല്ലുലോയിക് ബ്രാക്കറ്റിൽ പോളിസാക്കറൈഡ് അമിനോ ആസിഡ് പഠിച്ചില്ല, അത് തന്നെയാണ്. ഇതിനൊരു പേര് വിളിക്കുന്നത് മ്യൂറൈൻ, MUREIN ഓർ പെപ്റ്റിഡോഗ്ലൈക്കൻ. also called as murine or peptidoglycan എന്ന സ്വയനാണ് ഒരിക്കലും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. ഇസ് ആൾസോ കോൾഡ് ആസ് murine or peptidoglycan. ഇപ്പൊ ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ ഈ സിമിലർ ടു യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ യൂണിവേഴ്സൽ മെംബ്രെയിൻ. എന്താണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോകത്ത് എല്ലായിടത്തും ഒന്നുപോലെ. നിങ്ങളിപ്പോൾ മൊബൈലിന് പണ്ട് ഈ ചാർജർ പിന്നുകൾ കണ്ടിട്ടുണ്ട്. ചില പിന്നുകളാണെങ്കിൽ റൗണ്ട് ആയിരുന്നു, ചിലത് പരന്നായിരുന്നു. ഇപ്പം എല്ലാ മൊബൈൽ ചാർജറിന്റെ പിൻ യൂണിവേഴ്സൽ അല്ല, യൂണിവേഴ്സൽ ചാർജർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൊബൈലും ഒന്നുപോലത്തെ സ്ലോട്ടും ഒന്നുപോലത്തെ ചാർജറും അതുപോലെ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ യൂണിവേഴ്സൽ മെംബ്രെയിൻ അഥവാ യൂണിറ്റ് മെംബ്രെയിൻ ബിക്കോസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സിമിലർ സ്ട്രക്ചർ, സിമിലർ സൈസ്, ഷേപ്പ് ആൻഡ് ഫംഗ്ഷൻ എക്സെട്ര. അപ്പം അതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ നിങ്ങൾ എവിടെ കേട്ടാലും, അത് ബാക്ടീരിയ ആയാലും അമീബയുടെ ആണെങ്കിലും ആനയുടെ ആണെങ്കിലും മനുഷ്യന്റെ ആണെങ്കിലും പ്ലാന്റിന്റെ ആണെങ്കിലും സ്ട്രക്ചർ ഈസ് സെയിം, ഫംഗ്ഷൻ ഈസ് സെയിം, എവറിത്തിങ് ഈസ് സെയിം. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒക്കെ ഒന്നും പറയുന്നില്ല. കാരണം യൂക്കായിട്ട് നമ്മൾ പ്ലാസ്മ മെംബ്രെയിന്റെ ഘടനയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് അപ്പോൾ പ്ലാസ്മയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ പ്ലാസ്മനകത്തുള്ള ഒരു ആശാനെ കുറിച്ച് പഠിക്കണം. അതിന്റെ പേരാണ് മീസോസോം. മീസോസോമിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ പരീക്ഷ ചോദിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. Bacteria has 3 cell envelopes such as glycocalyx is outermost one, cell wall is dead, and inner one is plasma membrane that is living. Then cell wall is made up of amino acid and polysaccharide. It is also called as murine or peptidoglycan. Entrance പഠിച്ചാൽ മതി, ബോർഡ് എക്സാം ഇല്ല, പുസ്തകത്തില്ല.
പ്ലാസ്മയെ കുറിച്ച് ഇപ്പോൾ ഒന്നും പഠിക്കുന്നില്ല. കാരണം പ്ലാസ്മ മെംബ്രെയിന്റെ ഇവിടുത്തെ ഘടനയും മനുഷ്യന്റെ ഘടനയും മനുഷ്യന്റെ സെല്ലിന്റെ ഘടനയും പ്ലാന്റിന്റെ സെല്ലിന്റെ ഘടനയും എല്ലാം തന്നെ സെയിം ആയതുകൊണ്ട് യൂക്കാരിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ പഠിക്കും. തൽക്കാലം ഒന്നും പറയുന്നില്ല. പക്ഷേ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്താണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്ങിലൂടെ നമ്മൾ മീസോസോമുകൾ എന്ന് വിളിക്കും. So what are mesosomes? Done. They are the infoldings of plasma. പ്ലാസ്മ മെംബ്രെയിനാണ് ഒരു മടക്ക്. ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കണം, ചിലപ്പോൾ ഇങ്ങനെ, ചിലപ്പോൾ അത് ഇങ്ങനെ വെസിക്കുല, ഒരു പാത്രം പോലെ. ചിലപ്പോൾ അടിക്കരിക്കും ലാമല്ല പോലെ, അല്ലെങ്കിൽ ട്യൂബുല. So what are 3 type of mesosomes? Vesicular, lamellar and tubular. 3 തരത്തിൽ കാണുന്നത്. പക്ഷെ എല്ലാം തന്നെ എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ മടക്കാണല്ലേ. ഇങ്ങനെ ഇരുന്നാലും മടക്കാണ്, ഇങ്ങനെ ഇരുന്നാലും മടക്കാണ്, ഇങ്ങനെ പോയിട്ട് വന്നാലും മടക്കാണ്. All these are infoldings of plasma membrane. They are commonly called as mesosomes. They may be vesicular, tubular or lamellar. അത് ഓർത്തോളൂ. ഇനി ഇവയുടെ ജോലിയാണ്. What are the functions? What are the functions of mesosome? Okay. ഇത് ഒരു കാര്യം പറയാമോ? മടക്കി വെച്ചോ മൂത്ത എന്താ തന്നെ സർഫസ് ഏരിയ കൂടിയത് അല്ലേ? അതാണ് ഒന്നാമത്തത്. എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. ഇപ്പൊ മനുഷ്യന്റെ തലച്ചോറിനേക്കാൾ വലുതാണ് ആനയുടെ തലച്ചോറ് അല്ലേ? പക്ഷെ മനുഷ്യന്റെ തലച്ചോറിന്റെ പുറംഭാഗ കോർട്ടക്സിൽ ധാരാളം ചുളിവുകളും മടക്കുകളും ഉണ്ട്. എന്തുകൊണ്ടാണ്? മില്യൺസ് ഓഫ് ന്യൂറോണുകൾ ഉൾക്കൊള്ളാനാണ്. ന്യൂറോണുകൾ കൂടുന്തോറും ബുദ്ധി കൂടും. അതുകൊണ്ടാണ് തലച്ചോറ് ചെറുതാണെങ്കിൽ മനുഷ്യന് ആനയേക്കാൾ ബുദ്ധിയുള്ളൂ. കാരണം ഇതിന് ധാരാളം ന്യൂറോണുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വലുതായിട്ട് വേണമായിരുന്നു. ഇത് ഈ മെംബ്രെയിന്റെ വലിപ്പം കൂടുന്നത് സെല്ലിന് ഏറ്റവും കൂടുതൽ ചെയ്യും. പക്ഷെ സ്ഥലമില്ല, അതുകൊണ്ട് മടക്കി വെച്ചു. ഇപ്പൊ 5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുള്ള ഒരു സാരി നിങ്ങൾ കടയിൽ നോക്കി കഴിഞ്ഞാൽ നൂത്ത് പിടിച്ചാണോ പോകുന്നത്? നൂത്ത് പിടിച്ചാൽ ബസ് കയറാക്കും ഒക്കത്തില്ല. അത് നിങ്ങൾ മടക്കി കാക്കതൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ പാക്കറ്റ് ഇരുന്നാലും അതിൽ എന്തുണ്ട്? സർഫസ് ഏരിയ കുറവൊന്നുമില്ലല്ലോ. പക്ഷെ അത് മടക്കി വെച്ചിരിക്കല്ലേ. അതുപോലെയാണ് ഇത് വളരെ വിശാലമായിട്ട് ഇരിക്കേണ്ടതായിരുന്നു, പക്ഷെ മടക്കി വെച്ചു. സോ മീസോസോം ഹെൽപ്പ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. അതാണ്. 2, ഇറ്റ് ഹെൽപ്പ് ഫോർ സെൽ വാൾ ഫോർമേഷൻ. സെൽ വാൾ ഫോർമേഷൻ അറിയുന്നത് ഓർത്ത് നോക്കി. ഇതല്ലേ പ്ലാസ്മ മെംബ്രെയിൻ, ഇതല്ലേ ലിവിങ്. അതിന് പുറമെയുള്ള സെൽവാൾ ഡെഡ് അല്ലേ? അപ്പൊ ഡെഡായ സെൽവാളിനെ ആരായിരിക്കും ഉണ്ടാക്കുന്നത്? ഒരു ലിവിങ് സ്ട്രക്ചർ ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മുടി ഡെഡാണ്, പക്ഷെ ഉണ്ടാകുന്നത് എവിടുന്നാണ്? നിങ്ങളുടെ തലയിലെ മുടി ഡെഡാണ്, പക്ഷെ അത് ഉണ്ടാകുന്നത് ഇതിന്റെ അടിയിലുള്ള റൂട്ടിന്റെ ഹെയർ അറിയപ്പെടുന്ന ഒരു ടിഷ്യൂ. അത് ലിവിങ്. റൂട്ട് ഹെയർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഹെയറിന്റെ റൂട്ട്, അതാണ് ഹെയറിന്റെ റൂട്ട് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് നിന്നാണ് ഹെയർ മുകളിലേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ലിവിങ് ആയതുകൊണ്ടാണ് ഈ ടിഷ്യൂ ഉണ്ടാകുന്നത് അല്ലേ? അതുപോലെ ഈ പ്ലാസ്മ മെംബ്രെയിൻ ലിവിങ് ആയതുകൊണ്ടാണ് സെൽവാൾ ഉണ്ടായത്. പാരാസെൽവാൾ ഉണ്ടാക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതാണ് ഇത് ഇൻക്രീസ് സെൽവാൾ ഫോർമേഷൻ. 2ാമത്തെ ഫംഗ്ഷൻ സെൽവാളിനെ ഉണ്ടാക്കുന്നു. 3, ഇത് ഹെൽപ്പ് ഫോർ DNA റെപ്ലിക്കേഷൻ and distribution to daughter cells equally. To help for DNA replication and equal distribution to daughter cell. No. To help for DNA replication and equal distribution to daughter cell. അല്ലേ? ഞാൻ വേറെ പാഠമറിയതിനെ കുറിച്ച് ഇത് ഞാൻ വായിക്കാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കാര്യം എടുക്കുക. ഒരു ബൈക്ക് ഇരിക്കുക. അടുത്ത ഘട്ടത്തിൽ ഇത് 2ആയി. അടുത്ത ഘട്ടത്തിൽ ഇത് 3ആയി. പിന്നെ 2ആയിട്ട് മുറിഞ്ഞു എന്നൊക്കെ പഠിച്ചല്ലോ അല്ലേ? ഇവിടെ നോക്കി ഈ DNA ഇപ്പൊ 2 ആയില്ലേ? ആരാക്കിയത്? ആരാണ് വലിച്ച് അങ്ങോട്ടും കൊണ്ടുപോയത്? ഈ അനിമൽ സെല്ലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ക്രോമസോമുകൾ ഇരുവശത്തേക്ക് കൊണ്ടുപോയി സ്പിൻഡിൽ ഫൈബറൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. ഇത് ഫൈബർ ഇങ്ങനെ ക്രോമസോം 2 വശത്ത് വലിച്ചിട്ടു സെൽ ഡിവിഷൻ സമയത്ത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ DNA 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ആക്കിയ ശേഷം ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവന്ന് ആരാന്ന് വെച്ചാൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ കണ്ടോ? DNA പ്ലാസ്മ ഒട്ടിയിരിക്കുന്നുണ്ടോ? ഇവിടെ മീസോസോം കാണും. ആ മീസോസോം ആണ് ഇതിനെ 2ആയിട്ട് വലിച്ചതിന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. ഈ മീസോസോം ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ വലിച്ചോണ്ട് പോകും. മനസ്സിലായി? ഇപ്പോ നദിയിലെ ജലം ഒഴുകി പോകുമ്പോൾ വെറും തടി ഇങ്ങനെ ഒഴുകി പോകത്തില്ല. അതുപോലെ ഇവിടെ മീസോസോം കാണും. ആ മീസോസോം പതുക്കെ ഇങ്ങനെ നീങ്ങുമ്പോൾ ഇത് DNA വലിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് DNA റെപ്ലിക്കേഷനെ
ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഡോട്ടർ സെൽ. ഒരു പക്ഷേ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കിടക്കുവാണെങ്കിൽ രണ്ട് സെൽ രണ്ടാമത് ഇത് രണ്ടെണ്ണം ഇത് 0 ആയി പോകത്തില്ല. അങ്ങനെ ഈ കിടക്കുന്നത് രണ്ടായി ഡിവൈഡ് ചെയ്താൽ ഒന്നിനെ വെച്ച് ഇവിടെ കൊണ്ട് കൊടുത്താൽ രണ്ടായി മുടിയപ്പോൾ രണ്ടെണ്ണം ആകത്തുള്ളൂ. ശരി, അപ്പൊ അതാണ് ചെയ്തത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. അടുത്തത് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീസോസോം ഇസ് ദ സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. നമുക്കറിയാം കോശത്തില് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ നമുക്കെല്ലാം ഉണ്ടല്ലേ, ബാക്ടീരിയ ഇല്ലല്ലോ, പക്ഷെ ജീവനുണ്ടല്ലോ, എനർജി വേണമല്ലോ, എനർജി ഉണ്ടാക്കാൻ മൈറ്റോകോൺട്രിയ ഇല്ലല്ലോ. അപ്പോൾ ഇവ ശ്വസിക്കുന്ന ബാക്ടീരിയ ശ്വസിക്കും അല്ലേ. എയറോബിക് ആണെങ്കിലും അനറോബിക് ആണെങ്കിലും അവർക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ, നല്ല എനർജി കിട്ടും. എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയ ഇല്ല, പകരം ആരാ ജോലി ചെയ്യും? മീസോസോം ചെയ്യുള്ളൂ. സോ ഇത് സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. മീസോസോംസ് ആർ ദ സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. ഇനി നമ്മുടെ ശരീരത്തിൽ സെക്രീഷൻ നടത്തുന്ന ഓർഗനുകളുണ്ട്. എൻഡോപ്ലാസ്മേറ്റ്, ലൈസോസോം എന്നൊക്കെ പറയുന്ന സെക്രീറ്ററി ഓർഗനുകളുണ്ട്. ഇതൊന്നും ആർക്കില്ല? ബാക്ടീരിയക്കില്ല. കാരണം അതെല്ലാം മെംബ്രെയിൻ ബൗണ്ടാണ്. ശരിക്കും മെംബ്രെയിൻ ബൗണ്ട് പാടില്ല, പഠിച്ചിട്ടില്ലേ? അപ്പൊ ആരാ ജോലി ചെയ്യണം? അത് മീസോസോം. സോ ഇത് സൈറ്റ് ഓഫ് സെക്രീഷൻ. സെക്രീഷൻ നടക്കുന്നതും ഈ മീസോസോം തന്നെയാണ്. ഈ സെക്രീഷൻ നടത്തി കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ലൈസോസോം ഉണ്ടാകും, ഇതിനതില്ല. അപ്പൊ അത് സ്റ്റോറേജ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോറേജ് ഓഫ് സെക്രീഷൻ അത് ഇയാൾ തന്നെയാണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി മീസോസോം. ഒന്ന്, ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ. രണ്ട്, എൻസൈം സിന്തസിസ് ആൻഡ് സ്റ്റോറേജ്. മൂന്ന്, സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. നാല്, ഈ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഡോട്ടർ സെൽ. അഞ്ച്, സെൽ വാൾ ഫോർമേഷൻ. ഇങ്ങനെ 5 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ആര് ചെയ്യുന്നത്? മീസോസോം ചെയ്യുന്നത്. ഞാൻ പറയുന്നു, ഇറ്റ് ഹെൽപ്പ് ഫോർ സെൽ വാൾ ഫോർമേഷൻ, ഇറ്റ് ഹെൽപ്പ് ഫോർ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഡോട്ടർ സെൽ. It is a site of respiration, site of secretion, and increase in the surface area and storage of enzyme. അല്ലേ? ആറെണ്ണോ ആരാണ് ചെയ്യുന്നത്? മീസോസോം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറഞ്ഞ സയനോ ബാക്ടീരിയ. അവയുടെ നിറം എന്താണ്? ബ്ലൂ ഗ്രീൻ. ബ്ലൂവിന് കാരണം ഫൈക്കോസയാൻ, ഗ്രീന് കാരണം ക്ലോറോഫിൽ അല്ലേ? പച്ച നിറമുണ്ട്, അതാണ്. ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ലഭിക്കില്ല. പിന്നെ എവിടെ കാണും? ഇതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ സെല്ലാണെങ്കിൽ ഇത് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലല്ലോ. കാരണം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. അങ്ങനെയുള്ള രാസനം ഒരിക്കലും ബാക്ടീരിയക്ക് വരാൻ പാടില്ല. കാരണം ബാക്ടീരിയ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ കൊണ്ട് വിളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ക്ലോറോഫിൽ ഉണ്ട്, പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. അച്ചാർ വേണമല്ലോ. അപ്പൊ ഈ ക്ലോറോഫിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത്രയേ ഉള്ളൂ. ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗ ദ ക്ലോറോഫിൽ പിഗ്മെന്റ് ഈസ് ഫിൽഡ് വിത്ത് സർട്ടൻ വെസിക്കിൾസ് ലൈക്ക് മീസോസോം. മീസോസോം പോലുള്ള ചില വെസിക്കിളിനകത്ത് ക്ലോറോഫിൽ നിറഞ്ഞിരിക്കും. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് വേറൊന്നാണ്, ക്രോമാറ്റോഫോഴ്സ്. Chromatophores. They are found in blue green algae and purple sulfur bacteria. So blue green algae and then purple sulfur bacteria പോലെയുള്ള ബാക്ടീരിയക്ക് കാണപ്പെടുന്നത്. purple sulfur blue green algae പഠിച്ചാൽ they are found in blue green algae. So what are chromatophores? They are certain mesosome-like structure. Other extensions seen in the plasma membrane called chromatophores, which contain pigments for coloration. കളർ കൊടുക്കാനല്ല, ശരിക്കും ഫോട്ടോസിന്തസിന് വേണ്ടി. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ബ്ലൂ ഗ്രീൻ ആൽഗ ലൈക്ക് ഓർഗാനിസം, they have certain coloring pigments such as chlorophyll found in certain mesosome like structure called chromatophores. ഇതൊക്കെ പരിശീലിക്കും, chromatophores. So these are about the prokaryotes. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലജലിനെ കുറിച്ചുള്ള പഠിക്കാനുണ്ട്, അത് ഒരു ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇത് സ്ലോലി അടുത്തത് ഇനി മുതൽ സ്പീഡിലായിരിക്കും കാര്യം എടുക്കുക. പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ.